എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നു ലിങ്ക്. എല്ലാവരും കയറാൻ പറയാ, ഫ്രീ ക്ലാസ് ആണ്. എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയാം കേട്ടോ. ഉറപ്പായിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അഫ്രീൻ ഉണ്ടല്ലേ? അഫ്രീൻ അക്കൗണ്ടൻസി ക്ലാസ് വേണ്ടല്ലേ? ഓക്കെ, അഫ്രീൻ നാളെ കയറണം കേട്ടോ അക്കൗണ്ടൻസിക്ക് അഫ്രീൻ. ഓക്കെ, അപ്പൊ അഫ്രീൻ എക്കണോമിക്സിൽ A+ വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ് അഫ്രീൻ അല്ലേ. +2 ഈസി ആയിരുന്നു, ഇനി +1 കൂടിയിട്ട് ഒന്ന് സെറ്റ് ആക്കണം അല്ലേ അഫ്രീനെ അല്ലേ? യെസ്, ഓക്കെ 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 മക്കളെ. അപ്പൊ നമ്മൾ ഇന്ന് ലാസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകണം. ആദ്യം സാറി ലാസ്റ്റ് ചാപ്റ്ററിൽ സ്റ്റെപ്സ് ടു മേക്കിംഗ് എ പ്രൊജക്ട്, ലാസ്റ്റ് ചാപ്റ്ററിൽ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഒരു പ്രൊജക്ട് നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സ്റ്റെപ്സ് മക്കളെ, ഇത് പഠിക്കാതെ പോകരുത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഓർഡറിൽ പഠിക്കണം, കാരണം സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലെ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കയറിയ പിന്നെ സെക്കൻഡ് സ്റ്റെപ്പിൽ കയറുക, അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡന്റിഫൈങ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം തിരിച്ചറിയുക, അല്ലെങ്കിൽ ഏരിയ ഓഫ് സ്റ്റഡി ചെയ്യേണ്ട ഏരിയ ഏതാണെന്നുള്ള അത് മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഐഡന്റിഫൈങ് എ പ്രോബ്ലം. ഓർത്ത് വയ്ക്കുക, സ്റ്റെപ്പ് മാറാതിരിക്കാൻ ആ ഒരു ഷോർട്ട് കട്ട് കീവേഡ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഐഡന്റിഫൈങ് എ പ്രോബ്ലം, ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്, കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, കൺക്ലൂഷൻ, ബിബ്ലിയോഗ്രഫി. ICC OACB, ICC OACB ഓർത്ത് വയ്ക്കുക കോഡ്. ICC OACB കിട്ടിയോ? കോഡ് പഠിച്ചു വയ്ക്കുക കേട്ടോ. I എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് എ പ്രോബ്ലം ഓർ ഏരിയ ഓഫ് സ്റ്റഡി. C ഫോർ ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്. അടുത്തത് C കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, കൺക്ലൂഷൻ ആൻഡ് ബിബ്ലിയോഗ്രഫി. മക്കളെ എല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതി കാണിച്ചേ. സെറ്റാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതിലെ കോഡ് മറന്നു പോരുത്. ICC OACB. ആരും കോഡ് പഠിപ്പിച്ചിട്ട് കോഡ് എഴുതി കൊണ്ടുപോരുത് കേട്ടോ. കേട്ടല്ലോ, എക്സാമിൽ പിടിക്കുമ്പോൾ ടീച്ചർ കേട്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോവുക കോഡുകൾ. ഇനിയിപ്പോ കോഡുകൾ ഷോർട്ട് കട്ട് കീസ് ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, എഴുതി കൊണ്ടുപോകരുത്. പഠിച്ചിട്ട് ICC OACB. എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പൊ ഈ കോഡ് പഠിച്ചാൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടും കേട്ടോ. അപ്പൊ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഡ് പഠിപ്പിക്കുന്നത്, അല്ലാതെ എഴുതി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല കേട്ടല്ലോ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. 8 ചാപ്റ്ററിൽ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ ആണെങ്കിൽ ഈസിക്കാണ് അഫ്രീനെ 8 ചാപ്റ്ററിൽ ഓൺലി സ്റ്റെപ്സ് ടു മേക്കിംഗ് എ പ്രൊജക്ട്. നമുക്കിനി 7th ചാപ്റ്ററിലോട്ട് പോകാം. 7th ചാപ്റ്റർ ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് ചാപ്റ്ററിന്റെ പേര്. വിച്ച് ഇൻഡെക്സ് നമ്പർ ഇൻഡിക്കേറ്റ് ദ ചേഞ്ചസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ. മക്കളെ, ജനറൽ പ്രൈസ് ലെവലിലുള്ള മാറ്റം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡെക്സ് നമ്പർ ഏതാണ്? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ജനറൽ പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ച് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ ഏതാ? നമ്മൾ ബാക്കിൽ നിന്ന് പോകണം കേട്ടോ. അപ്പൊ ഇൻഡെക്സ് നമ്പറിന്റെ ലാസ്റ്റ് പേജിലായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോ ജനറൽ പ്രൈസ് ലെവൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ ഏതാ? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. ജനറൽ പ്രൈസ് ലെവൽ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ അല്ലെങ്കിൽ വിഷയം കാണിച്ച് അഫ്രീനെ കിട്ടിയോ? ജനറൽ പ്രൈസ് ലെവൽ ഉണ്ടാകുന്ന മാറ്റം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡെക്സ് നമ്പർ ഏതാണ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. നോട്ട് ചെയ്തോളൂ എല്ലാവരും. 1 മാർക്കിന്റെ വേണമെങ്കിൽ വരാം. അടുത്തത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്ന് പഠിച്ചു വെക്കുക. അതിന് ചിലപ്പോൾ 1 മാർക്കിന് വരാറുണ്ട്. CPI എന്ന് പറയാറുണ്ട്. CPI എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന് വേറെ പല പേരുകളുണ്ട്. ആ പേരുകളൊക്കെ പഠിക്കണം, കാരണം അതൊക്കെ 1 മാർക്കിന് വരാറുണ്ട്. എന്തൊക്കെയാ? കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് എന്ന് പറയാറുണ്ട്, റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയാറുണ്ട്, പ്രൈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് എന്ന് പറയാറുണ്ട്. ഇറ്റ് മെഷേഴ്സ് ദ ചേഞ്ചസ് ഇൻ റീറ്റെയിൽ പ്രൈസസ്. മക്കളെ, റീറ്റെയിൽ പ്രൈസസിൽ ഉണ്ടാകുന്ന ചേഞ്ച് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡെക്സ് നമ്പർ ഏതാ? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്താ? ജനറൽ പ്രൈസ് ലെവൽ. മാറിപ്പോവരുത്. ജനറൽ പ്രൈസ് ലെവൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അറിയാൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, റീറ്റെയിൽ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അറിയാൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. സെറ്റാണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. റീറ്റെയിൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ചില്ലറ വിൽപ്പനയല്ലേ. അപ്പൊ ചില്ലറ വിൽപ്പന കടയിൽ ആരെ പോവുക? കൺസ്യൂമർ അല്ലേ. അപ്പൊ കൺസ്യൂമർ റീറ്റെയിൽ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കാം എല്ലാവരും. സെറ്റ് അല്ലേ മക്കളെ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ? സെറ്റ് അല്ലേ? മക്കളെ, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യട്ടോ. ഫ്രണ്ട്സിനോടൊക്കെ കയറാൻ പറയും ക്ലാസ്സിൽ കേട്ടോ. അവരും കൂടി ഫുൾ മാർക്ക് മേടിച്ചോട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹോൾസെയിലും റീറ്റെയിലും മനസ്സിലായി. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് സെറ്റ് ആണല്ലോ. ഡൗട്ട് ഒന്നുമില്ല എന്ന് കരുതുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം സാറേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഷ്യൂസ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ. മക്കളെ, ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഇഷ്യൂസ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. സെലക്ഷൻ ഓഫ് ബേസ് പീരീഡ് ആൻഡ് കറന്റ് പീരീഡ്. ബേസ് പീരീഡിന്റെ സെലക്ഷനും കറന്റ് പീരീഡിന്റെ സെലക്ഷനും, സെലക്ഷൻ ഓഫ് നമ്പർ ഓഫ് ഐറ്റംസ്, പ്രൈസ് കൊട്ടേഷൻസ്, സെലക്ഷൻ ഓഫ് വെയിറ്റ്, സെലക്ഷൻ ഓഫ് ആവറേജസ് എക്സെട്ര കേട്ടോ. വേണമെങ്കിൽ സെലക്ഷൻ ഓഫ് ഫോർമുല എന്ന് എഴുതിയ കേട്ടോ. സെലക്ഷൻ ഓഫ് ഫോർമുല അതും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് വെച്ചോളൂ. സെലക്ഷൻ ഓഫ് ഫോർമുല. അടുത്ത പോയിന്റ്
സെലക്ഷൻ ഓഫ് ഫോർമുല, ഫോർമുലയുടെ സെലക്ഷൻ, അത് നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് കേട്ടോ ഫോർമുല. ഓക്കെ ആണെങ്കിൽ വീശി കാണിച്ച എല്ലാവരും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ മക്കളെ ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ അല്ലെ, ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഒരു സിംഗിൾ സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ, ഇതാണ് എഴുതേണ്ടത്. ഇഷ്യൂസ് കണ്ടാൽ ഇതാണ് എഴുതേണ്ടത്. ഓക്കെ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈശിക്ക്. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. An index number which accounts for the relative importance of the items. മക്കളെ, ഓരോ ഐറ്റത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പറിനെ വിളിക്കുന്ന പേരാണ് വെയ്റ്റഡ് ഇൻഡെക്സ്. വെയിറ്റ് അനുസരിച്ച് കണ്ടോ, അപ്പൊ ഇമ്പോർട്ടൻസ് ആണ് അല്ലേ. അപ്പൊ വെയിറ്റ് കൂടുതലുള്ള ആളെന്ന് പറയുന്നത് ഉദ്ദേശിക്കണേ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നല്ലേ അർത്ഥം. അപ്പൊ റിലേറ്റീവ് ഇമ്പോർട്ടൻസിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുന്ന ഇൻഡെക്സ് നമ്പർ 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ. ക്ലിയർ ആണ് കേശി കാണിച്ചേ. 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. റിലേറ്റീവ് ഇമ്പോർട്ടൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇൻഡെക്സ് നമ്പർ ഏതാണ്? വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ. ഈ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ 2 എണ്ണം ഉണ്ട് കേട്ടോ മക്കളെ. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ ഏതൊക്കെയാ? 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ? ലാസ്റ്റ് പേയേഴ്സ് പ്രൈസ് ഇൻഡെക്സും പാസീസ് പ്രൈസ് ഇൻഡെക്സ്. മക്കളെ ഇതിൽ ചിലപ്പോൾ ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം. ലാസ്റ്റ് പേസ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ? അവിടെ ബേസ് ഇയർ ക്വാണ്ടിറ്റി മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ബേസ് ഇയർ ക്വാണ്ടിറ്റി മാത്രം കൺസിഡർ ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ ഏതാന്ന് ചോദിച്ചാൽ റൈറ്റ് ആൻസർ ഈസ് ലാസ്റ്റ് പേസ് പ്രൈസ് ഇൻഡെക്സ്. അതുപോലെ കറണ്ട് ഇയർ ക്വാണ്ടിറ്റി മാത്രം കൺസിഡർ ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ ഏതാ? പാഷിയാണ് കേട്ടോ. പാസീസ് പ്രൈസ് ഇൻഡെക്സ് ആണ്. കാരണം ഇവിടെ നമ്മൾ Q1 അല്ല ഉപയോഗിക്കുക, ഇവിടെ Q0 ആണ് കേട്ടോ. സോ ഇവിടെ ബേസ് ഇയർ ക്വാണ്ടിറ്റി മാത്രമേ യൂസ് ചെയ്യുള്ളൂ ലാസ്റ്റ് പെയറില്. പാസിയില് കറണ്ട് ഇയർ ക്വാണ്ടിറ്റി. സെറ്റ് ആണോ അഫ്രീനെ? നോട്ട് ചെയ്തോ? ബേസ് ഇയർ ക്വാണ്ടിറ്റി മാത്രം കൺസിഡർ ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ ഏതാണ്? ലാസ്റ്റ് പേസ് പ്രൈസ് ഇൻഡെക്സ്. അതുപോലെ കറണ്ട് ഇയർ ക്വാണ്ടിറ്റി മാത്രം കൺസിഡർ ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ ഏതാ? പാസീസ് പ്രൈസ് ഇൻഡെക്സ്. പഠിച്ചു വെക്കുക കേട്ടോ. സെറ്റ് അല്ലേ? ഇൻഡെക്സ് നമ്പറിന്റെ ബേസ് എപ്പോഴും എത്രയായിരിക്കും? ബേസ് ഓഫ് ഇൻഡെക്സ് നമ്പർ ഈസ് എത്രയാ മക്കളെ? ഇൻഡെക്സ് നമ്പറിന്റെ ബേസ് എത്രയായിരിക്കും ഫിദ? ബേസ് ഓഫ് ഇൻഡെക്സ് നമ്പർ എത്ര? ആൻസർ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണേ. എന്താ സാറേ? ആരാ പറയാ? ബേസ് ഓഫ് ഇൻഡെക്സ് നമ്പർ ഫിദ പറയാം. ഫസ്റ്റ് വന്നിട്ടുണ്ട് സാറേ. ഗൗരി വരടാ. ബേസ് ഓഫ് ഇൻഡെക്സ് നമ്പറിന്റെ ബേസ് നമ്മൾ എത്രയായിട്ട് കൺസിഡർ ചെയ്യാൻ മോനെ? സോറി 100. വെരി ഗുഡ്. ഓപ്ഷനിൽ 100 ഉണ്ടാവും മക്കളെ. 0 കൊടുക്കരുത് കേട്ടോ. 0 നമ്മൾ എന്താ കൊടുക്കുക? ബേസ് ഇയറിലെ പ്രൈസിനെ P0 എന്നും ബേസ് ഇയറിലെ ക്വാണ്ടിറ്റിക്ക് Q0 എന്നും കൊടുക്കും. അതല്ല ഇവിടെ ചോദിച്ചേക്കണേ. ബേസ് ഓഫ് ഇൻഡെക്സ് നമ്പറിന്റെ ബേസ് എപ്പോഴും നമ്മൾ 100% കൺസിഡർ ചെയ്യുക. ഓക്കെ ആണോ? കൈവീശി കാണിച്ച്. അതുകൊണ്ടാണ് നമ്മൾ 130 കിട്ടുമ്പോൾ നമ്മൾ എന്ത് പറയും? 30% കൂടി. 100 ബേസ് അല്ലേ, 30% പ്രൈസ് ഇൻക്രീസ് ചെയ്തു. കത്തി ബിദുലെ ക്ലിയർ ആയോ? അപ്പൊ ഇൻഡെക്സ് നമ്പറിന്റെ ബേസ് ബിദുൽ ക്ലിയർ. അപ്പൊ ഇൻഡെക്സ് നമ്പറിന്റെ ബേസ് എപ്പോഴും എത്രയാ? 100 ആണ് കേട്ടോ. നോട്ട് ചെയ്യുക. 100 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലാസ്റ്റ് പേസ് പ്രൈസ് ഇൻഡെക്സ് ബേസ് ഇയർ ക്വാണ്ടിറ്റി മാത്രം കൺസിഡർ ചെയ്യുന്നു. പാസീസ് പ്രൈസ് ഇൻഡെക്സ് കറണ്ട് ഇയർ ക്വാണ്ടിറ്റി മാത്രം കൺസിഡർ ചെയ്യുന്നു. ഇനി സെൻസെക്സ് നിഫ്റ്റി ഒന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഇൻഡെക്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിനെ BSE എന്നാണ് പറയാ. ചിലപ്പോൾ BSEയുടെ ഫുൾ ഫോം ചോദിക്കും കേട്ടോ. BSE എന്താ BSEയുടെ ഫുൾ ഫോം? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേട്ടോ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE എന്താ NSE എന്ന് പറഞ്ഞാൽ? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ അല്ലെങ്കിൽ ഈശി കാണിച്ച എല്ലാവരും. BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE നാഷണൽ. BSE റിലേറ്റഡ് ആണ് സെൻസെക്സ്. NSE നിഫ്റ്റി ആണ് കേട്ടോ. നാഷണൽ ലെവലുള്ളത് നിഫ്റ്റി ആണെന്ന് ഓർത്ത് വെക്കുക. NIFTY കേട്ടോ. ഓക്കെ. ഇൻഡെക്സ് നമ്പറിന്റെ യൂസേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഇൻഡെക്സ് നമ്പർ എന്തിനു ഉപയോഗിക്കണേ? ഇറ്റ് ഹെൽപ്പ് ഇൻ ഫ്രെയിമിംഗ് സ്യൂട്ടബിൾ പോളിസി. സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസി ഫ്രെയിം ചെയ്യാൻ സഹായിക്കുന്നു. ട്രെൻഡ് ആൻഡ് ടെൻഡൻസി അറിയാൻ സഹായിക്കുന്നു. പർച്ചേസിംഗ് പവർ ഓഫ് മണി. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന് ഇമ്പോർട്ടൻസ് പഠിച്ചിട്ടില്ലേ? ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് എക്കണോമിക് പ്രോബ്ലം. ആ ഇമ്പോർട്ടൻസ് ഇവിടെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇൻഡെക്സ് നമ്പറിന്റെ യൂസസ് ചോദിച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എഴുതിയാലും മതി. ഓക്കെ ആണെങ്കിൽ ഈശി കാണിച്ച എല്ലാവരും സെറ്റ്. അപ്പൊ ആ ടോപ്പിക് കഴിഞ്ഞു കേട്ടോ. അപ്പൊ BSE NSE എന്ന് ഓർത്ത് വെക്കാൻ ഈ വട്ടം മോഡൽ എക്സാമിന് എന്തോ സെൻസെക്സ് ഉണ്ടായിരുന്നു, ഓർത്ത് വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇനി നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് തവണ വരുന്ന പ്രോബ്ലം ഇതാണ് കേട്ടോ. പക്ഷെ ഇത് മാത്രം എന്ന് പറയുന്നില്ല. ലാസ്റ്റ് പെയറും പാസിയൊക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കുക. പക്ഷെ ഇമ്പോർട്ടന്റ് ഇതായതുകൊണ്ട് നമുക്ക് ഇന്ന് ഇത് ഡിസ്കസ് ചെയ്യാം. ഇതൊരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് വേറെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ കറന്റ് ആൻഡ് ബേസ് ഇയർ പ്രൈസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് കമോഡിറ്റീസ് ആർ 180 and 135. ഇറ്റ് ഷോസ് ഡാഷ്. ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ എന്താ പറയുന്നത്? കറന്റ് ആൻഡ് ബേസ് ഇയർ പ്രൈസ് കേട്ടോ.
നമുക്ക് കറണ്ട് ഇയറിലെയും ബേസ് ഇയറിലെയും പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പൊ നിങ്ങൾ സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് കാണണം. ഓക്കെ അല്ലേ? ഇതിൽ കറണ്ട് അല്ല ആദ്യം പറഞ്ഞേക്കണേ. അപ്പൊ 180 ആണ് കറണ്ട്. ഓക്കെ അല്ലെങ്കിൽ കാണിച്ച് കറണ്ട് ഇയർ പ്രൈസ് 180 ആണ്. രണ്ടാമത് ബേസ് എന്നല്ലേ പറഞ്ഞേക്കണത്, അത് 135 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കറന്റിനെ എപ്പോഴും ബേസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. കറന്റിനെ എപ്പോഴും എന്ത് ചെയ്യണം? കറണ്ട് ഇയർ പ്രൈസിനെ എപ്പോഴും നിങ്ങൾ ബേസ് ഇയർ പ്രൈസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ വേഗം ഡിവൈഡ് ചെയ്തേ. 180/135 × 100 കേട്ടോ. എന്തെങ്കിലും ആൻസർ വരിക കറണ്ട് സിഗ്മ P1 ബൈ സിഗ്മ P0 × 100 അറിയാലോ. സോ ഇവിടെ എന്ത് വരും? 180 ഡിവൈഡഡ് ബൈ 135 × 100 എത്ര വരും ആൻസർ? ഒരാളെ വിളിച്ചതറിയേ? സാന്ദ്ര ഇല്ല അല്ലെ? 180 ഡിവൈഡഡ് സാന്ദ്ര പറയൂ. 180 ഡിവൈഡ് ബൈ 135 × 100 എത്ര മോനെ? 133.3%. അതിനർത്ഥം പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ, ഓപ്ഷനിൽ ചിലപ്പോൾ ഇത് ഉണ്ടാവും കേട്ടോ, പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ എത്രയാ? 33.3%. അതാണ് ഓപ്ഷൻ വരിക കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം മക്കളെ, കറണ്ട് ഇയർ ആണ് ആദ്യം കിടക്കണേ. സോ ഇതാണ് കറണ്ട് ഇയർ പ്രൈസ്. ബേസ് ഇയർ ആണ് ഇത്. സോ ഇത് ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് × 100 ചെയ്യുക. ഓക്കെ ആണെങ്കിൽ കാണിച്ച എല്ലാവരും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത്. ഇനി കാൽക്കുലേറ്റ് ഇൻഡെക്സ് നമ്പർ ബൈ സിമ്പിൾ അഗ്രിഗേറ്റ്. ഇതാണ് ഒരുപാട് തവണ എക്സാമിന് വന്നേക്കുന്നത്. നാളത്തെ എക്സാമിന് മിക്കവാറും ഇത് തന്നെയായിരിക്കും വരിക. സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡ് അറിയാലോ. സിഗ്മ P1 ബൈ സിഗ്മ P0 × 100. ഇതാണ് ഇക്വേഷൻ കേട്ടോ. ഫ്രീ സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 × 100. P1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലെ പ്രൈസ്. അത് പഠിക്കാൻ എളുപ്പവഴി. ഏറ്റവും വലിയ വർഷം, ഏറ്റവും ഹയസ്റ്റ് ഇയർ ആണ് കറണ്ട് ഇയർ. അപ്പൊ 2005 ആണോ 2025 ആണോ? 2025 ആണ് നമ്മുടെ എന്തോന്ന് P1. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് P0 ആയിരിക്കും. നിങ്ങൾ എക്സ്ട്രാ കോളം ഒന്നും വരയ്ക്കണ്ട, ജസ്റ്റ് ഇത് ടോട്ടൽ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ P1 കിട്ടും. ഇത് ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ P0 കിട്ടും. ഓക്കെ അല്ലേ? ആരെ വിളിക്കാം സിഗ്മ P1 കാണാനായിട്ട്? എലക്സ് കിട്ടിയോടാ? സിഗ്മ P1 എത്രയാടാ? P1ന്റെ ടോട്ടൽ എത്രയാ അലക്സേ? P1ന്റെ ടോട്ടൽ എത്ര കിട്ടുന്നേ? ഗുഡ് ഈവനിങ്. ഇവിടെ നേരില്ലാണ്ട് ഞാൻ കൂടെ ഓടുക. ഗുഡ് ഈവനിങ് ഒന്ന് പറഞ്ഞ. സിഗ്മ P1 സോറി 135. അത് ഇവിടെ അല്ലടാ. ഇത് ആഡ് ചെയ്തോ നീ ശരിക്കും? മക്കളെ 185 ആണ് കഴിച്ച് കാണിച്ചേ. യെസ് 185. സിഗ്മ P0 എടാ? 135. ആൻസർ പറഞ്ഞേ. 185 ഡിവൈഡ് ബൈ 135 × 100 എത്ര മോനെ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും. സോറി 137.03. ഇതാണോ? പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 37. 100 കുറയ്ക്കാം. 37.03%. 100ൽ താഴെയാണെങ്കിൽ പ്രൈസ് ഡിക്രീസ് എന്ന് പറയുന്നത് കേട്ടോ. മക്കളെ അപ്പൊ എല്ലാവർക്കും സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ക്ലിയർ ആണെങ്കിൽ വീശി കാണിച്ച്. എനർജറ്റിക് അർജുനെ ആകാശേ ഓക്കെ അല്ലേടാ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അഫ്രീൻ സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ എക്സ്ട്രാ കോളം ഒന്നും വരയ്ക്കണ്ട, ജസ്റ്റ് ഇതിന്റെ ടോട്ടൽ എടുക്കുക. P1 ഏതാണ് ആദ്യം തിരിച്ചറിയണം. P1 എന്ന് പറയുന്ന ഏറ്റവും വലിയ വർഷമാണ് P1, അല്ലെങ്കിൽ കറണ്ട് ഇയർ എന്ന് വരും. ഇയർ തന്നില്ലെങ്കിൽ കറണ്ട് ഇയർ എന്ന് പറയും കേട്ടോ. കറണ്ട് ഇയറിലെ പ്രൈസ് ആണ് P1, ബേസ് ഇയറിലെ പ്രൈസ് ആണ് P0. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ 7ാമത്തെ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണെങ്കിൽ കാണിച്ച എല്ലാവരും യെസ് സെറ്റ്. അടുത്ത നമുക്ക് 6th ചാപ്റ്ററിലേക്ക് പോകാം. 6th ചാപ്റ്റർ കോറിലേഷൻ ആണ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾ അല്ലെ? 2 അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധമാണ് കോറിലേഷൻ. ഓക്കെ അല്ലേ? എത്ര തരത്തിലുള്ള കോറിലേഷൻ ഉണ്ട്? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കോറിലേഷൻ? ആരെ വിളിക്കാം സാറേ? ടൈപ്സ് ഓഫ് കോറിലേഷൻ പറഞ്ഞടാ. ഷിഫാന അറിയോടാ? ന്യൂ സ്റ്റുഡന്റ് ആണോ ഷിഫാന? മോനെ ടൈപ്സ് ഓഫ് കോറിലേഷൻ ഏതാടാ? കുറെ ട്രോഫിക്ക് ഉണ്ടല്ലോ. മാറി ഷിഫാന മോനെ കേൾക്കുന്നുണ്ടാടാ? ഷിഫാന വെള്ളം കുടിക്കായിരുന്നു പാവം. കിട്ടിയോ? എവിടെ സ്ഥലം എവിടെയാ ഷിഫാന? എവിടെ വീട് എവിടെയാ? മതിലകത്ത്. ഓക്കെ എടാ പോസിറ്റീവ് നെഗറ്റീവ്. വെരി ഗുഡ് ഷിഫാന, വെരി ഗുഡ് വെരി ഗുഡ് മിടുക്കി. യെസ് മക്കളെ, പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് കോറിലേഷൻ 2 തരത്തിലുണ്ട് അല്ലെ? എന്താ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മക്കളെ ചിന്തിക്കുക, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ പോസിറ്റീവ് ആണ് കേട്ടോ. അപ്പൊ രണ്ടും കൂടിയാലും പോസിറ്റീവ് ആണ്, രണ്ടും കുറഞ്ഞാലും പോസിറ്റീവ് ആണ്. പോസിറ്റീവിന് ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചോ, കാരണം ചിലപ്പോൾ എക്സാമിന്
പോസിറ്റീവ് കോറിലേഷൻ ഒരു എക്സാമ്പിൾ എഴുതാൻ പറയും കേട്ടോ. എന്ത് പഠിക്കാം? ഇൻകം കൂടിയപ്പോൾ എക്സ്പെൻസ് കൂടി അല്ലെ, വരുമാനം കൂടിയപ്പോൾ ചെലവ് കൂടി. പോസിറ്റീവ് കോറിലേഷൻ ആണോ? ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്. അപ്പൊ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചോളൂ. പോസിറ്റീവ് കോറിലേഷൻ ഒരു എക്സാമ്പിൾ ആണ്. പോസിറ്റീവ് കോറിലേഷൻ എക്സാമ്പിൾ ആണ് പ്രൈസ് ഇൻക്രീസസ് എക്സ്പെൻസസ് അല്ലെങ്കിൽ കൺസംഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എക്സ്പെൻസസ് ഇൻക്രീസസ്. അതുപോലെ പ്രൈസ് ഇൻക്രീസസ് കൺസംഷൻ. പ്രൈസ് എന്നല്ല, ഇൻകം എന്ന് കൊടുത്താൽ മതി, അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. ഇൻകം കൂടി, അതല്ലേ നല്ലത്? ഇൻകം. വരുമാനം കൂടിയപ്പോ ചെലവ് കൂടി. അതുപോലെ വരുമാനം കൂടിയപ്പോ ഉപഭോഗം കൂടി. ഓക്കെ ആണെങ്കിൽ വീശി കാണിച്ച എല്ലാവരും. അതുപോലെ വരുമാനം കുറഞ്ഞപ്പോഴോ കൺസംഷൻ, ഉപഭോഗം കുറഞ്ഞു. അതും പോസിറ്റീവാ. സത്യമക്കളെ, സെറ്റ് അല്ലേ? വീശി കാണിച്ച്. അപ്പൊ ഒരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. രണ്ടും ഒരേ ഡയറക്ഷനിൽ പോകണം കേട്ടോ. അഫ്രീൻ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയട്ടെ. എന്റെ പ്രൈസ് ഇൻക്രീസസ്, സപ്ലൈ ഓൾസോ ഇൻക്രീസസ് അല്ലേ? ഓക്കെ. അപ്പൊ പ്രൈസ് കൂടിയപ്പോൾ സപ്ലൈയും കൂടിയാൽ അത് പോസിറ്റീവാ. +2 എക്കണോമിക്സിൽ പഠിക്കാനല്ലേ? പ്രൈസ് കൂടിയപ്പോ യെസ്, അറിയാലോ? യെസ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. പ്രൈസും സപ്ലൈയും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ്. ദാറ്റ് ഈസ് പോസിറ്റീവ്. നെഗറ്റീവ് സിമ്പിളാ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ പെട്രോളിന്റെ വില കൂടി അല്ലെങ്കിൽ ഗ്യാസിന്റെ വില കൂടി അല്ലേ? അറിയാലോ? യെസ്. അപ്പൊ ആ ഒരു കേസ് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇതൊന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ പെട്രോളിന്റെ വില കൂടിയപ്പോൾ, പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. അതുപോലെ പ്രൈസ് കുറഞ്ഞപ്പോഴോ ഡിമാൻഡ് കൂടി. അങ്ങനെ രണ്ടും നെഗറ്റീവിലാ പോണെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷൻ. ഒന്ന് കൂടിയപ്പോൾ ഒന്ന് കുറയാണെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷൻ. കിട്ടിയോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ചേ. രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, ഷഫാന ക്ലിയർ ആയോടാ? രണ്ടും ഒരേ ഡയറക്ഷനിൽ പോണെങ്കിൽ പോസിറ്റീവ്. രണ്ടും കൂടാണെങ്കിലും പോസിറ്റീവ് ആണ്, രണ്ടും കുറഞ്ഞാലും പോസിറ്റീവ്. ഷഫാന ക്ലിയർ ആയോ? ഷഫാന മതിലകം. മറ്റേത് ഒന്ന് കൂടി ഒന്ന് കുറയും ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് കുറയും ഒന്ന് കൂടുകയും ചെയ്താൽ നെഗറ്റീവ് ആണ് കേട്ടോ. ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു, പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. അതൊക്കെ നെഗറ്റീവ് ആണ് കേട്ടോ. സെറ്റ് അല്ലേ മക്കളെ? അല്ലെങ്കിൽ ഓറഞ്ചിന്റെ വില കുറഞ്ഞപ്പോഴോ ഓറഞ്ചിന്റെ ഡിമാൻഡ് കൂടി. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതൊക്കെ നെഗറ്റീവ് കോറിലേഷൻ ആണ്. സാർ അടുത്ത് കാണിച്ചു. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. ഭാഗ്യം ഉണ്ടെങ്കിൽ 3 മാർക്കിന് ചോദിക്കും. കോറിലേഷൻ കാണാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കും. സോ കോറിലേഷൻ കാണാൻ 3 മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കോറിലേഷൻ കാണാനുള്ള 3 മെത്തേഡ്സ് ഏതൊക്കെയാ ബിദുലേ? കോറിലേഷൻ മെഷർ ചെയ്യാനായിട്ടുള്ള മെത്തേഡ്. മക്കളെ, മെത്തേഡും ടൈപ്പും മാറിപ്പോയത്. ടൈപ്പാണ് പോസിറ്റീവ് നെഗറ്റീവും. മെത്തേഡ്സ് ഏതാ ബിദുലേ? വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ? ബിദുൽ സാറേ, തേർഡ് വൺ കിട്ടിയില്ലേ? ബിദുലേ പറയടാ. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ? കോറിലേഷൻ അളക്കാനുള്ള മെത്തേഡ് ഏതൊക്കെയാ? സ്കാറ്റർ ഡയഗ്രാം, Karl Pearson's coefficient of correlation and സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ. മക്കളെ, സ്കാറ്റർ ഡയഗ്രത്തിന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഈസി ടു എന്താണ് ഡ്രോ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറയാം. അത് എല്ലാത്തിലും എഴുതാൻ പറ്റും അഡ്വാൻറ്റേജ് കേട്ടോ. മീനിന്റെ ചോദിച്ചു, മീഡിയന്റെ ചോദിച്ചു, മോഡിന്റെ ചോദിച്ചു, എവിടെ ചോദിച്ചാലും അത് എഴുതി വെച്ചോളൂ. ഈസി ടു അണ്ടർസ്റ്റാൻഡ്, സിമ്പിൾ ടു മെഷർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കുക കേട്ടോ. അഫ്രീന കിട്ടിയോ? അഡ്വാൻറ്റേജസ് ഓഫ് മീൻ ചോദിച്ചാലും അഡ്വാൻസ് ഓഫ് മീഡിയം ചോദിച്ചാൽ, സ്കാറ്റർ ഡയഗ്രം ഒക്കെ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ടു പ്രസന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്കാറ്റർ ഡയഗ്രം അല്ലേ? സോ ഇത് 3 കോറിലേഷൻ അളക്കാനായിട്ടുള്ള 3 മെത്തേഡുകൾ. നമുക്കിനി സ്കാറ്റർ ഡയഗ്രം നോക്കാം. സാറേ, സ്കാറ്റർ ഡയഗ്രം ഒന്ന് കാണിക്കാമോ? മക്കളെ, ഈ തവണ എക്സാമിന് ഇത് ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല. ഇത് ഈ വട്ടം ഉണ്ടായിരുന്നില്ല, ക്രിസ്മസ് എക്സാമിനും ഉണ്ടായിരുന്നില്ല, ഇല്ലല്ലോ. അതുകൊണ്ട് മേ ബി 99% ചാൻസ് ഉണ്ട് സ്കാറ്റർ ഡയഗ്രം വരയ്ക്കാൻ ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്കാറ്റർ ഡയഗ്രം അറിയാലോ. ഒന്നാമത്തത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞുതരാം. ചിലപ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ പകരം ഇങ്ങനെ പറയും, R=+1. അതിന് ഡയഗ്രം വരയ്ക്കാൻ പറയും കേട്ടോ. R=1 ആണെങ്കിൽ, R എന്ന് പറഞ്ഞ കോറിലേഷൻ ആണ്. R=1 ആണെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പൊ അതിന് ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞാൽ അറിയാലോ മക്കളെ. X ആക്സിസ്, Y ആക്സിസ്. ഇവിടെ ഒറിജിൻ കൊടുത്തോളൂ. എന്നിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ? കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം കേട്ടോ. അതാണ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ ഒരു കുത്തിടാം, പക്ഷെ അതിൽ തന്നെ കുത്തിടാൻ പാടില്ല. അപ്പുറത്ത് ഇപ്പുറത്തും ഇടരുത് കേട്ടോ. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. മക്കൾ, ഇത് വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു പേജിന്റെ അരഭാഗം ഇത് വരയ്ക്കുക കേട്ടോ. ഒരു ഡയഗ്രം അരഭാഗം വരയ്ക്കുക. എന്നിട്ട് അടിയിൽ അടുത്ത് വരയ്ക്കുക കേട്ടോ. അടുത്ത അടിയിൽ വരയ്ക്കുക. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. R=-1.
എക്സ് ആക്സിസ് ഇത് വേണമെങ്കിൽ കുത്തിറണമെങ്കിൽ ഇങ്ങനെ ഇടാം. അതിന്റെ പുറത്തോടെ ഇടണേ, പുറത്തേക്ക് പോകരുത് കേട്ടോ. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ലൈൻ വരച്ചാലും കറക്റ്റ് ആണ് കേട്ടോ, ലൈൻ വരച്ചാലും കറക്റ്റ് ആണ്. അടുത്തത് വെറും പോസിറ്റീവ് കോറിലേഷൻ. വെറും പോസിറ്റീവ് കോറിലേഷൻ വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇടാം, കുത്തിട്ടാലും മതി കേട്ടോ. 0 എക്സ് ആക്സിസ് വൈ ആക്സിസ്. കത്തിയെങ്കിൽ കൈവിശ്യം കാണിച്ചേ. ഓക്കെ സെറ്റ്. ഇനി നെഗറ്റീവ് കോറിലേഷൻ. സെറ്റ് അല്ലേ? ഇനി നോ കോറിലേഷൻ. നോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ R is equal to 0 ആയിരിക്കും കേട്ടോ. R is equal to 0 ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നോ കോറിലേഷൻ ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത് കേട്ടോ. നോ കോറിലേഷൻ. റൗണ്ട് പോലെ ഇങ്ങനെ വരച്ചില്ല ഉണ്ടോ? സിമ്പിൾ ആയിട്ട് ഫുൾ മാർക്ക് മേടിക്കാം. ഇനി നോൺ ലീനിയർ അറിയാലോ, നോൺ ലീനിയർ കോറിലേഷൻ. അത് ഏതോ ഒരു തവണ ചോദിച്ചിട്ടുണ്ട് നോൺ ലീനിയർ കോറിലേഷൻ കേട്ടോ. ഏതോ ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ എക്സ് ആക്സിലേക്ക് ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരച്ചാൽ സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും 6 ഡയഗ്രാം പഠിച്ചിട്ട് പോവാ. കിട്ടിയോ എല്ലാവർക്കും? അഫ്രീനെ എല്ലാവർക്കും കിട്ടിയോ? ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വരയ്ക്കേണ്ടോ, സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കാം കേട്ടോ. സിമ്പിൾ ആണ്. ഈ അടുത്ത കാലങ്ങളിൽ വരാത്തത് കൊണ്ട് ഇത് വരട്ടെ എന്ന് ഞാൻ പറയുന്നു. എന്താ സ്റ്റാറ്റി ഇർഫാനെ ഇന്ന് എക്കണോമിക്സ് ഉണ്ട്. ഇത് കഴിഞ്ഞ എക്കണോമിക്സ് ആണ്, ഞാൻ വേഗത്തിൽ പോണേ മക്കളെ. അപ്പൊ എല്ലാവർക്കും സ്കാറ്റർ ഡയഗ്രാം സെറ്റ് ആണെങ്കിൽ കൈവിശി കാണിച്ചേ, സെറ്റ് ആയിട്ട് കൈവിശി കാണിച്ചേ. ഇത് കഴിഞ്ഞ എക്കണോമിക്സ് ക്ലാസ് ഉണ്ട്, നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യപ്പോ. അപ്പൊ സ്കാറ്റർ ഡയഗ്രാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തേക്ക് അടുത്ത ദിവസത്തിലോട്ട് പോവാം. മാച്ചോട്ടെ ആരെങ്കിലും വരച്ചെടുക്കുന്നില്ല, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക, ജസ്റ്റ് ഒന്ന് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുക. അഫ്രീനെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ. അപ്പൊ R is equal to +1 വരയ്ക്കാൻ പറഞ്ഞ പെർഫെക്റ്റ് പോസിറ്റീവ് ആണ് വരയ്ക്കേണ്ടത്. R is equal to -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് മാക്കിയാണ്. കഴിഞ്ഞല്ലോ. ഷഫാന കിട്ടിയോ മോനെ? ഷഫാന, അഷിഫാന, അതിലകം ഷിഫാന. ഞാൻ മാക്കിയാണ് കേട്ടോ. കഴിഞ്ഞല്ലോ എല്ലാവരുടെയും. ഷിഫാന കുറെ ട്രോഫി കിട്ടിയിട്ടുണ്ട് സാറേ. ഷിഫാനയുടെ തന്നെയല്ലേ ഇത്? നിങ്ങൾ ചേട്ടന്റെയോ ചേച്ചിയുടെയോ ആരെങ്കിലും ആണോ? ഷിഫാനയുടെ തന്നെയാണല്ലേ, അല്ലേ ഷിഫാന? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാൻ സാറേ. R is equal to 1 മീൻസ് എന്താ മക്കളെ? R is equal to 1 ആണെങ്കിൽ എന്താ അർത്ഥം? ആരെ വിളിക്കാം? ഫിദ അല്ല ആകാശം വിളിച്ചോ. ആകാശ് കുറെ നേരം റീസാൻ ഇത് വെറുതെ വെച്ചിട്ട് കുത്തിരിക്കുക. എന്നെ വിളിക്കുന്നില്ലോ പറഞ്ഞിട്ട്. എന്താ ആകാശ് പറഞ്ഞോടാ? R is equal to 1 മീൻസ് പറഞ്ഞു മോനെ. സൈക്കിള് കയറ്റി ഉള്ളിൽ വെച്ചാ എക്സാം കാരണം സുഖത്തിനാണോ? പറഞ്ഞെന്നാ പെർഫെക്റ്റ് ചെയ്തത്, വെറും പോസിറ്റീവ് ചെയ്തത്. വെരി ഗുഡ് ആകാശ്. മ്യൂട്ട് ചെയ്തു സാറേ മക്കളെ. അപ്പൊ R is equal to +1 ആണെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് ആണ്. R is equal to -1 ആണെങ്കിലോ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ കേട്ടോ. അപ്പൊ R is equal to -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. R is equal to 0 ആണെങ്കിലോ സാന്ദ്ര? R is equal to 0 ആണെങ്കിൽ എന്താ അർത്ഥം? R is equal to 0 വേഗം പറയും. നോ എന്ന് കേട്ടില്ല കേട്ടോ. നോ കോറിലേഷൻ. വെരി ഗുഡ്. നോ കോറിലേഷൻ. R is equal to 1 ആണെങ്കിൽ ഓൾറെഡി പറഞ്ഞു പെർഫെക്റ്റ്. R is equal to 0.2 ആണെങ്കിലോ? R is equal to 0.2 അത് പോസിറ്റീവ് ആണ്, പക്ഷെ 1നേക്കാൾ ഇത്രയോ താഴെയല്ലേ കിടക്കണേ. സോ അപ്പൊ നിങ്ങൾ പറയാ ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. കിട്ടിയോ? ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ കിട്ടിയെങ്കിൽ കഴിച്ച് കാണിച്ചേ. ലോ ഡിഗ്രി ഓഫ് അത് 0.9 ആണെങ്കിലോ ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. കത്തിയാ? 0.9 ആണെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. അത് 0.2 ആയതുകൊണ്ടാണ് ലോ ഡിഗ്രി വന്നത്. ഇർഫാൻ എന്താടാ ഇത് പറയാൻ വന്നാണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് സ്കാറ്റർ ഡയഗ്രാം ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. അപ്പൊ നാളെ ചോദിക്കുമ്പോൾ മേ ബി ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക കേട്ടോ. യൂസിങ് സ്കാറ്റർ ഡയഗ്രാം റെപ്രസെന്റ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് കോറിലേഷൻ: പോസിറ്റീവ്, നെഗറ്റീവ്, നോ കോറിലേഷൻ, പെർഫെക്റ്റ് പോസിറ്റീവ്, പെർഫെക്റ്റ് നെഗറ്റീവ്, നോൺ ലീനിയർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? വരയ്ക്കാൻ കിട്ടിയില്ലെന്ന് അറിഞ്ഞാൽ വരച്ച് കാണിച്ചില്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ. The various ranks are obtained by മെറിൻ ആൻഡ് കാഞ്ചന. മെറിനും കാഞ്ചനയ്ക്കും കിട്ടിയ റാങ്ക്. മക്കളെ റാങ്ക് എന്ന് പറയുന്ന വേർഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് റാങ്ക് കോറിലേഷനാ കേട്ടോ. റാങ്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ക്ലാസ്സിൽ കിട്ടിയ കുട്ടികളുടെ റാങ്ക് ആണ് തന്നേക്കണേ, അല്ലെങ്കിൽ 2 പേര് മത്സരിക്കാൻ എത്തി
കുച്ചിപ്പുടി മത്സരത്തിന് പോയി. അപ്പൊ അത് ജഡ്ജ് ചെയ്യാൻ 2 ജഡ്ജസ് ഉണ്ടായിരുന്നു. സോ ജഡ്ജസ് കൊടുത്ത റാങ്ക് ആണ് താഴെ തന്നിട്ടുള്ളത്. എങ്കിൽ റാങ്ക് കോറിലേഷൻ കാണാൻ പറഞ്ഞ മക്കൾ ഇത് റാങ്ക് ആണ്. ഇക്വേഷൻ അറിയാലോ, സിമ്പിൾ ആണ് കേട്ടോ റാങ്ക് കോറിലേഷൻ കാണാൻ. R is equal to 1 minus 6 sigma d square divided by n cube minus n. സിമ്പിൾ ഇക്വേഷൻ കണ്ടോ. R is equal to 1 minus 6 sigma d square divided by n cube minus n. ഓക്കെ അല്ലേ മക്കളെ? ആ 1 പുറത്തേക്ക് കിടക്കണേ കേട്ടോ. 1 ഏറ്റവും അവസാനേ കുറയ്ക്കാൻ പാടുള്ളൂ, ആദ്യമേ കൊണ്ട് കുറച്ച് വെക്കരുത്. അപ്പൊ ഡി കാണണം. ഡി എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള റാങ്ക് ഇല്ലേ, അതിന് ഡിഫറൻസ് കാണാ. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് കാണാ. ഇവിടെ മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നില്ലേ ഡി? യെസ്, ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ, പഠിക്കണേ. അപ്പൊ റാങ്ക് തമ്മിൽ ഡിഫറൻസ് 1 2 കുറച്ചാൽ എത്ര? 1 2 കുറച്ചാൽ -1 ആണ്. മൈനസ് ഇട്ടാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 3 4 കുറച്ചാൽ അതും -1 ആണ്. 2 3 കുറച്ചാൽ അതും -1 ആണ്. 4 1 കുറച്ചാൽ 3 ആണ്. സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ച എല്ലാവരും. യെസ്, നമുക്ക് വേണ്ടത് സിഗ്മ ഡി സ്ക്വയർ ആണ് അല്ലെ. സിഗ്മ എന്ന് പറയുന്നത് അർത്ഥം ടോട്ടൽ. എന്തിന്റെ ടോട്ടല്? ഡി സ്ക്വയറിന്റെ ടോട്ടൽ ആണ്. സഹിക്കാൻ പറ്റാത്തതല്ലേ കാൽപിയസ്. ഡി സ്ക്വയർ മക്കളെ മൈനസ് ഡി വന്നാലും ഡി സ്ക്വയർ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പോസിറ്റീവ്. അപ്പൊ ഡി സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ 1ന്റെ സ്ക്വയർ എത്രയാ? -1ന്റെ സ്ക്വയർ 1 1 1 3ന്റെ സ്ക്വയർ 9. അപ്പൊ 9 10 11 12. അപ്പൊ സിഗ്മ ഡി സ്ക്വയർ നമുക്ക് എത്ര കിട്ടുന്നത്? ഡി സ്ക്വയറിന്റെ ടോട്ടൽ എത്രയാ? 12. ക്ലിയർ ആണെങ്കിൽ വീശി കാണിച്ച എല്ലാവരും. അഫ്രീനെ സെറ്റ് അല്ലേ? സിഗ്മ ഡി സ്ക്വയർ 12. ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. R is equal to 1 minus 6 into സിഗ്മ ഡി സ്ക്വയർ എത്രയാ? 12 ബൈ n ക്യൂബ്. n എന്ന് പറഞ്ഞാൽ എണ്ണമാണ്, നമ്പർ ഓഫ് ഐറ്റം. 1 2 3 4. സോ 4 ക്യൂബ് മൈനസ് 4. ഓക്കെ അല്ലേ? 4 ക്യൂബ് മൈനസ് 4. അപ്പൊ 1 മൈനസ് 6 ഇൻറ്റു 12 ചെയ്യണം. ആരെ വിളിക്കാം? നിരഞ്ജൻ. 6 ഇൻറ്റു 12 എത്രയും മോനെ? വേഗം പറയടാ. അതാണ് വേഗം പറയാന്ന് പറഞ്ഞേ. 72. എന്ത് നോക്കിയിരിക്കണേ? കാൽക്കുലേറ്റർ എടുത്ത് വെക്കി. 4 ക്യൂബ് എത്രയാ? 4 ഇൻറ്റു 4 ഇൻറ്റു 4 4 ഇൻറ്റു 4 16 ഇൻറ്റു 4 64. 64 4 കുറച്ചാൽ 60. ഞാൻ തന്നെയാണല്ലോ എല്ലാം ചെയ്യണേ. 1 മൈനസ് 72 ഡിവൈഡഡ് ബൈ 64 4 പോയാൽ 60. അപ്പൊ 72 ഡിവൈഡഡ് ബൈ 60 എത്രയാ? 72 ഡിവൈഡഡ് ബൈ 60 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1.2 എന്ന് കിട്ടും. അപ്പൊ 1 മൈനസ് 1.2. 1ൽ നിന്നും 1.2 കുറച്ചാൽ -0.2 കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഇത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും. യെസ് മക്കളിൽ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1.2 എന്ന് കാൽക്കുലേറ്ററിൽ കിട്ടില്ലേ? ഇത് അവിടെ വെച്ച് മൈനസ് ചെയ്യരുത് കേട്ടോ. 1ന് അത് കുറയ്ക്കാവും. അവിടെ വെച്ച് മൈനസ് നിങ്ങൾക്ക് അത് പോസിറ്റീവ് ആയിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. കാൽക്കുലേറ്റർ വേഗത്തിൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ തെറ്റിക്കുന്ന മിസ്റ്റേക്കുകളാണ്. തെറ്റിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും റാങ്ക് കോറിലേഷൻ കാണാൻ മനസ്സിലായെങ്കിൽ ഒന്ന് കൈശി കാണിച്ചേ. ഡി കിട്ടാൻ നെഗറ്റീവ് ഇട്ടാലും പോസിറ്റീവ് ഇട്ടാൽ എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഡി സ്ക്വയർ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ മക്കളെ എല്ലാവർക്കും ഓക്കെ ആണോ? ഇത് വരാൻ ചാൻസ് ഉണ്ട്. റാങ്ക് കോറിലേഷൻ പഠിച്ചിട്ട് പോവാ. സിമ്പിൾ ആണ് കേട്ടോ അലക്സേ. എല്ലാവരും കൂടി പറഞ്ഞിട്ട് പഠിച്ചിട്ട് പോവാ കേട്ടോ. യെസ്, ഇനി കാൾപിയേഴ്സൺ ആണ് അടുത്തത്. കാൾപിയേഴ്സൺ ഈ അടുത്ത കാലങ്ങളിൽ പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടില്ല. എന്നാലും ഒന്ന് ഇക്വേഷൻ പഠിച്ചു പോവാ. ചിലപ്പോൾ ഇക്വേഷൻ എല്ലാം ഡയറക്റ്റ്ലി തരും. ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറയും. മേ ബി അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയണല്ലോ. സോ അതുകൊണ്ട് ഇക്വേഷൻ പഠിച്ചു പോവുക. കാൾപിയേഴ്സൺസ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇക്വേഷൻ അറിയാലോ. R is equal to, നോട്ട് ചെയ്തെടുത്തോ, R is equal to പറയാമെന്നാണ് ഇതിലെ n സിഗ്മ xy മൈനസ് സിഗ്മ x ഇൻറ്റു സിഗ്മ y ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ x സ്ക്വയർ മൈനസ് സിഗ്മ x ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ y സ്ക്വയർ മൈനസ് സിഗ്മ y ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. മക്കളെ എക്സും വൈയും ക്വസ്റ്റിനിൽ തരും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എത്ര കോളം വരയ്ക്കണം? ഇത് ക്വസ്റ്റിനിൽ വന്നാൽ നിങ്ങൾ എത്ര കോളം വരയ്ക്കണം? ഡൗട്ട് ആണോ? നിങ്ങൾക്ക് വേറെ ഇക്വേഷൻ ഉണ്ട്, എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അത് ചെയ്തു. അതാണ് ചോദിക്കാൻ പറ്റുന്ന ഗൗരി. എന്താ എനിക്കറിയാം നിങ്ങൾ റേസ് ആയിട്ട് പറയും എന്താ ക്വസ്റ്റ്യൻ ഉള്ളത്. വേറെ ഇക്വേഷൻ ഉണ്ട് കാൽപിയേഴ്സിന്. ഏത് ചെയ്താലും കുഴപ്പമില്ല. ഇതും പഠിച്ചു വെച്ചോ. മേ ബി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോന്നെടുത്ത് തന്നെന്ത് ചെയ്യും? സിഗ്മ എക്സ് വൈ ഇത്ര, സിഗ്മ എക്സ് ഇത്ര എങ്കിൽ കാൽപിയേഴ്സൺ കാണാൻ പറഞ്ഞാൽ അറിയണ്ട ഇക്വേഷൻ. സോ അതുകൊണ്ട് ഇക്വേഷൻ പഠിച്ചോളൂ കേട്ടോ. ഓക്കെ മക്കളെ എക്സും വൈയും ക്വസ്റ്റ്യനിൽ തന്നിട്ട് കാൽപിയേഴ്സൺ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ എത്ര കോളം വരയ്ക്കണം? എക്സ് വൈ എന്ന് പറയുന്ന കോളം വരയ്ക്കണം, എക്സ് സ്ക്വയർ വരയ്ക്കണം, വൈ സ്ക്വയർ. ഇങ്ങനെ 3 കോളം വരയ്ക്കണം കേട്ടോ. എക്സ്ട്രാ 3. ഒന്ന് കിട്ടിയില്ലെങ്കിൽ 3 കോളം വരച്ചെങ്കിലും വെക്കുക കേട്ടോ.
എന്നിട്ട് ടോട്ടൽ എടുത്തിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സിമ്പിൾ ആണ്. സോ എക്സും വൈയും ക്വസ്റ്റിൽ തരും എന്തായാലും കേട്ടോ. ഫസ്റ്റ് കോളം എക്സ്, സെക്കൻഡ് കോളം വൈ ആയിട്ട് എടുക്കുക. എന്നിട്ട് 3 കോളം വരയ്ക്കുക. ഏതൊക്കെയാ? എക്സ് വൈ, എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ. എന്നിട്ട് എല്ലാത്തിന്റെയും 5 കോളത്തിന് ടോട്ടൽ എടുക്കണം കേട്ടോ. 5 കോളത്തിന് ടോട്ടൽ എടുക്കണം. ക്വസ്റ്റ്യൻ എന്നുള്ള 2 കോളല്ലേ? എക്സിന്റെ ടോട്ടൽ സിഗ്മ എക്സ്, വൈന്റെ ടോട്ടൽ സിഗ്മ വൈ, എക്സ് വൈന്റെ സിഗ്മ എക്സ് വൈ, എക്സ് സ്ക്വയർ സിഗ്മ എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ സിഗ്മ വൈ സ്ക്വയർ. എല്ലാത്തിനെയും ടോട്ടൽ എടുത്തിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സിമ്പിൾ ആണോ? സെറ്റ് ആണെങ്കിൽ കാണിച്ച എല്ലാവരും. ഇത് അങ്ങനെ ഒരുപാട് തവണ ചോദിച്ചിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്ക്. ഓക്കെ ആണോ അഫ്രീനെ? ക്ലിയർ ആയോ? ഐഡിയ കിട്ടിയില്ലേ? എല്ലാത്തിനും ടോട്ടൽ എടുക്കുക. 5 കോളത്തിന് ടോട്ടൽ. 3 കോളം എക്സ്ട്രാ വരയ്ക്കണം. 2 ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ട്. സെറ്റ് അല്ലേ? എല്ലാത്തിനും ടോട്ടൽ എടുത്തിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സാന്ദ്ര കിട്ടിയല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ കോറിലേഷൻ ചാപ്റ്റർ ഫിനിഷ്. ഇത്രയേ ഉള്ളൂ കോറിലേഷനിൽ പഠിക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും കോറിലേഷൻ മനസ്സിലായല്ലോ? ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോയാലോ? ആകാശേ എവിടെയാണോ? ദുർഗ ഉണ്ടായിരുന്നു സാർ, എവിടെയോ? 5ാമത്തെ ചാപ്റ്റർ ആണ് മെഷേഴ്സ് ഓഫ് ഉണ്ടായിരുന്നല്ലോ. പോയോ? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഷൻ. എനിക്ക് സ്റ്റാറ്റിവർക്ക് വേണ്ട. സ്റ്റാറ്റി പഠിച്ച് ഒരുപാട് തവണ എഴുതി പഠിപ്പിച്ചിട്ടുണ്ട് സ്റ്റാറ്റി അല്ലേ? അല്ലെ ബിദുലേ? ഇത് എന്താ പഠിക്കാനുള്ള സ്റ്റാറ്റി അല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് കിട്ടിയാൽ മതി മക്കളെ. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 50 മാർക്കിൽ കൂടുതൽ സ്റ്റാറ്റി ചോദിക്കും. 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 50 മാർക്കിന് സ്റ്റാറ്റി ചോദിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു കേട്ടോ. കേട്ടല്ലോ? ചിലർക്ക് അറിയണ്ടേ ഇവ സ്റ്റാറ്റി വേണ്ട, എക്കണോമിക്സ് മതി എന്ന് പറയുന്ന ആരുണ്ട്? അഫ്രീന്റെ സ്റ്റാറ്റില്ലേ എളുപ്പം? അഫ്രീ ഇങ്ങനെ ഇരിക്കുന്ന വായ വിളിച്ച് സ്റ്റാറ്റിയാണ് എന്റെ മാർക്ക് കഴിഞ്ഞ വർഷം കളഞ്ഞത്. അഫ്രീനെ അല്ലല്ലേ? സാർ അഫ്രീനെ വിളിച്ച 4th റോയില് 3rd +2 അഫ്രീനെ ഏതാ എളുപ്പം? സ്റ്റാറ്റി ആണോ എക്കണോമിക്സ് ആണോ? ഈസി ആണോ? ഇപ്പൊ സ്റ്റാറ്റി ഇപ്പൊ എടുത്ത 3 ചാപ്റ്റർ സെറ്റ് അല്ലേ? കമ്പ്യൂട്ടർ. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാളെ മോർണിംഗിലൊക്കെ ഇരുന്ന് നോക്കണം. എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? ഓക്കെ ഓക്കെ. മകളെ, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്. നല്ലൊരു ആവറേജിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? 50-50 ആണ് ഇന്ന്. ഇല്ല നിരഞ്ജ് ഇർഫാനെ, 40% ആണെങ്കിലും 40-40 വരില്ല. ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. സോ അതുകൊണ്ട് എന്തായാലും 40 എബോ വരും സ്റ്റാറ്റി എന്തായാലും കേട്ടോ. 40 മാർക്കിന് കൂടുതൽ എന്തായാലും സ്റ്റാറ്റി വരും. കഴിഞ്ഞോട്ട് ഞാൻ മാർക്ക് കൂട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. 52 മാർക്കിന് സ്റ്റാറ്റി ഉണ്ടായിരുന്നു മോഡൽ എക്സാം. ഞാൻ കൂട്ടി നോക്കിയായിരുന്നു. യെസ്. അപ്പോൾ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്. നല്ല ഒരു ആവറേജിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാ? ഇറ്റ് ഷുഡ് ബി ഈസി ടു കാൽക്കുലേറ്റ്. അത് വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾഡ് ഐറ്റം. എല്ലാ ഐറ്റത്തിനെയും അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം. ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ള 3 ആവറേജസ് ആണ്: മീൻ, മീഡിയൻ, മോഡ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഐറ്റം, മിഡിൽ മോസ്റ്റ് ഐറ്റം ആണ്. അത് പൊസിഷൻ നോക്കിയാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പൊസിഷണൽ ആവറേജ് എന്ന് പറയുന്നു. നമ്മുടെ മിഡ് അല്ല മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നു ഡാഷ് ഈസ് എ പൊസിഷണൽ ആവറേജ്. ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് മീഡിയൻ. നോട്ട് ചെയ്ത് വെച്ചോ. പൊസിഷണൽ ആവറേജ് ഏതാണ്? മീഡിയൻ ആണ് കേട്ടോ. ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാ? മോഡാണ്. ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വരുന്ന റിപ്പീറ്റഡ് വാല്യൂ മോഡാണ്. റിപ്പീറ്റഡ് വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? റിപ്പീറ്റഡ് ആവറേജ്. റിപ്പീറ്റഡ് വാല്യൂ മോഡാണ്. അത് ക്വാളിറ്റേറ്റീവ് ആവറേജ് എന്ന് പറയാറുണ്ട്. ക്വാളിറ്റേറ്റീവ് അതെനിക്ക് ക്രിസ്മസ് എക്സാമിന് ക്വാളിറ്റേറ്റീവ് മെഷർ ചെയ്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മോഡാണ് കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാ? Q2 തുല്യമാ. ക്വാർട്ടൈൽ 2 തുല്യമാണ് കേട്ടോ. ക്വാർട്ടൈൽ 2 തുല്യമാണ്. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്വാർട്ടൈൽ 2 എന്ന് പറഞ്ഞാൽ അത് മീഡിയന് തുല്യമാണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ഉണ്ടാവാം കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്. അടുത്ത കാൽക്കുലേറ്റ് മോഡ്. നമുക്കൊരു മോഡ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാൻ ചിലപ്പോൾ കേട്ടോ. കുറച്ച് വാല്യൂസ് എന്നിട്ട് മോഡ് കാണാൻ പറയും. ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. അപ്പൊ മക്കളെ, ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള വാല്യൂ ആണ് മോഡ്. ഓക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള വാല്യൂ. ഇവിടെ 10, 12, 13, 12, 10, 18 ഉണ്ട്. ഇതിൽ ഞാൻ ഒരെണ്ണം കൂടി എഴുതുന്നുണ്ട് 12. ഒരു 12 കൂടി എഴുതുന്നുണ്ട്. യെസ്. അപ്പൊ ഇതിൽ ആൻസർ ഏതാ വരിക? ആൻസർ ഏതാ? 12 എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 1, 2, 3 അല്ലെ? 12 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്. 10 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് 12 ആയതുകൊണ്ട് സോ മോഡ് ഈസ് ഈക്വൽ ടു 12. ക്ലിയർ ആണോ? സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച് എല്ലാവരും 1 മാർക്കിന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി കാൽക്കുലേറ്റ് മീഡിയൻ. ഇത് എന്ത് സീരീസാ? ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ
മീഡിയൻ കാണണമെങ്കിൽ മക്കളെ മീഡിയൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. മീഡിയൻ കാണാൻ മാത്രമേ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വർക്ക്ഔട്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ ആണോ? കൈവശി കാണിച്ച എല്ലാവരും സോ ഇവിടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വർക്ക്ഔട്ട് ചെയ്യണം, CF വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ ഫ്രീക്വൻസി എത്ര? 2 അല്ലേ? ആ 2 എടുത്ത് എഴുതി. 2 + 5 കൂട്ടുമ്പോൾ 7 കിട്ടും. 7ഉം 10ഉം കൂടി കൂട്ടുമ്പോൾ 17 കിട്ടും. 17ഉം 7ഉം കൂടി കൂട്ടുമ്പോൾ 24 കിട്ടും. 24ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ 29 കിട്ടും. അപ്പൊ നമ്മുടെ n എന്ന് പറഞ്ഞാൽ എത്രയാ? n = 29. എഫിന്റെ ടോട്ടലിനെയാണ് n എന്ന് പറയാ. ഓക്കെ അല്ലേ? ഇത് കൂട്ടുമ്പോൾ നമുക്ക് 29 ആണ് കിട്ടാം. സോ മീഡിയൻ കാണാൻ ഇക്വേഷൻ പറഞ്ഞേ. മീഡിയൻ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? n + 1/2 ഐറ്റം. കണ്ടിന്യൂസ് സീരീസിൽ മാത്രമാണ് n/2 വരിക. ഇൻഡിവിജ്വലിലും ഡിസ്ക്രീറ്റിലും +1/2 ആണ്. ടഫ്രീനെ +1/2 ചെയ്യണം. ഓക്കെ, n + 1/2 ഐറ്റം. അപ്പൊ n എന്ന് പറഞ്ഞാൽ 29 അല്ലേ? അപ്പോ 29 + 1/2. 29 + 1 എത്രയാ? 30 അല്ലെ? 30/2 എത്രയാ? 15ാമത്തെ ഐറ്റം. മക്കളെ 15 അല്ല കേട്ടോ മീഡിയൻ. നമ്മൾ വെറുതെ ഒരു കോളം വരക്കില്ലല്ലോ. CF എന്ന് പറയുന്നത് വെറുതെ ഒരു കോളം വരക്കില്ലല്ലോ. ആ കോളത്തിന് ഒരു ആവശ്യമുണ്ട്. എന്താ ആവശ്യം? നമുക്ക് കിട്ടിയ ഈ വാല്യൂ CF ഉണ്ടോ നോക്കണം. അതിനാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത്. CF കേട്ടോ. കിട്ടിയോ? ഇപ്പൊ 15 CF ഉണ്ടോ? അഫ്രീനെ ഉണ്ടോ? 15 ഇല്ല. ഇല്ലെങ്കിൽ 15ന് ശേഷം വരുന്ന നമ്പർ എടുക്കാവൂ. 15ന് ശേഷം പിന്നെ ഇതിൽ ഏത് നമ്പർ വന്നേക്കണേ? 17 ആണെങ്കിൽ കൈശി കാണിച്ച് 17 അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുക? അത് റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്യുക. കണ്ടോ? സോ മീഡിയൻ = 30. മീഡിയൻ = 30. മീഡിയൻ എത്രയാണ്? 30 ആണ് നമ്മുടെ മീഡിയൻ. മക്കളെ സെറ്റ് ആണോ? ക്ലിയർ ആണെങ്കിൽ അത് കൈവശി കാണിച്ച് എല്ലാവരും ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കാണാൻ മനസ്സിലായല്ലോ. സിമ്പിൾ ആണ് ഈ സാധനങ്ങൾ കേട്ടോ. ഇനി ഇൻഡിവിജ്വലില് ഇതിൽ മീഡിയൻ കാണാൻ പറഞ്ഞെങ്കിൽ എന്താ ചെയ്യണ്ടേ? ആദ്യം അസെൻഡിങ് ഓർഡറിലാക്കണം കേട്ടോ. ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ ആദ്യം ചെറുത് മുതൽ വലുത് വരെ എഴുതണം. എന്താ ചെറുത്? ഏറ്റവും ചെറുത് ഏതല്ലേ? 10 അല്ലേ? 10 2 തവണയുണ്ട്. 10 2 തവണ എഴുതി. അടുത്ത് 12 3 തവണയുണ്ട്. 12 12 12. സോ 13 18. ശരിയല്ലേ? അല്ലെ? ചെറുത് മുതൽ വലുത് വരെ എഴുതണം. മീഡിയൻ ആണ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. 1 2 3 4 5 6 7 ആണ്. അപ്പൊ മീഡിയൻ കാണുന്ന ഇക്വേഷൻ n + 1/2 ഐറ്റം. n + 1/2 ഐറ്റം. സോ 7 + 1/2 എത്ര വരിക? 8/2. അതായത് 4ാമത്തെ ഐറ്റം. 8/2 4 അല്ലേ വരിക? 4ാമത്തെ ഐറ്റത്തിൽ ഏതാ? 1 2 3 4. സോ മീഡിയൻ = 12. കത്തിയോ മക്കളെ? കത്തിയെങ്കിൽ കൈശി കാണിച്ചേ. യെസ്. അപ്പൊ ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കാണാൻ മനസ്സിലായി. ഇൻഡിവിജ്വൽ സീരീസിൽ മോഡ് കാണാൻ മനസ്സിലായി. ഡിസ്ക്രീറ്റിൽ മീഡിയൻ കാണാൻ മനസ്സിലായില്ലേ? മോഡ് കാണാൻ പറഞ്ഞുതരാം. ഡിസ്ക്രീറ്റ് സീരീസിൽ പറഞ്ഞുതരട്ടെ. ഒന്നും ചെയ്യണ്ട. ഒരൊറ്റ കോളം നിങ്ങൾ വരയ്ക്കണ്ട. എക്സ്ട്രാ ഒരൊറ്റ കോളം വരയ്ക്കണ്ട. ഇതിൽ ഏറ്റവും വലിയ ഫ്രീക്വൻസി ഏതാ? ഏറ്റവും വലുത് ഏതാ? എഫിൽ ഏറ്റവും വലുത് ഏതാ? ക്വസ്റ്റ്യനിലെ ഏതാ വലുത്? 10 ആണെങ്കിൽ കൈവശി കാണിച്ച്. 10 ആണെങ്കിൽ കൈവശി കാണിച്ച്. അപ്പൊ മോഡ് = 30. അതൊന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്താൽ മതി. സോ ഫസ്റ്റ് കോളത്തിലെ വാല്യൂ എടുക്കുക. അതാണ് മോഡ്. കിട്ടിയോ മക്കളെ? കിട്ടിയോ? ഷിഫാന ക്ലിയർ ആയോടാ? സെറ്റ് അല്ലേ? അപ്പോ ഇൻഡിവിജ്വലില് മീഡിയൻ കാണാൻ പഠിച്ചു, മോഡ് കാണാൻ പഠിച്ചു. കിട്ടിയില്ലേ അഫ്രീനെ? യെസ്. ഡിസ്ക്രീറ്റില് മീഡിയൻ കാണാൻ പഠിച്ചു, മോഡ് കാണാൻ പഠിച്ചു. എല്ലാം സെറ്റ് ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് കൈവശി കാണിച്ച എല്ലാവരും. സിമ്പിൾ. അടുത്ത നമുക്ക് മീനിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അതെടുക്കാം. എന്നിട്ട് നമുക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. 8 മാർക്കിന്റെ പ്രോബ്ലത്തിലേക്ക് പോണതിന് മുമ്പ് ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീനിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സവിശേഷത എന്താണെന്ന് ചോദിക്കും. 2 ഉണ്ട്. കാരണം 2 മാർക്കിന് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തെ ചോദിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീന് മാത്രമുള്ള 2 സവിശേഷതയുണ്ട്. എന്തൊക്കെയാ? The sum of deviations of items in a series about arithmetic mean is always equal to 0. കണ്ടോ? അതായത് ഒരു സീരീസിലെ വാല്യൂവിന്റെ മീൻ കണ്ടുപിടിച്ചിട്ട് ഓരോന്നും മീൻ വെച്ച് കുറച്ചാൽ ആ കിട്ടുന്നതിന്റെ ടോട്ടൽ എപ്പോഴും 0 ആയിരിക്കും. ചിലപ്പോൾ അതിന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. The sum of deviation of items in a series from arithmetic mean is equal to dash. Option 1 100 0 എന്നൊക്കെ ഉണ്ടാവും. ആൻസർ എന്താ? 0 ആണ് കേട്ടോ. മറന്നു പോരുത്. 0 ആണ് അതിന്റെ ആൻസർ. 1 മാർക്കിന്റെ വരാം. ഓക്കെ അല്ലേ? അത് ചിലപ്പോ പ്രൂവ് ചെയ്യാൻ പറയും. 0 കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പൊ എന്താ ചെയ്യണ്ടേ മക്കളെ? മീൻ കാണണം. നിങ്ങളൊരു കാണിച്ചു തരാം. ഒരു പ്രൂവ് ചെയ്യാൻ പറഞ്ഞാല് നിങ്ങളൊരു 5 വാല്യൂ എടുക്കുക. ഇഷ്ടമുള്ളൊരു 5 വാല്യൂ എടുക്കുക. ഞാൻ കാണിച്ചു തരാം. യെസ്.
ഇഷ്ടമുള്ളൊരു 5 വാല്യൂ ഞാൻ മാർക്ക് എടുക്കുകയാണേ. മാർക്സ് ഒരു 10, 20, 30, 40, 50 സെറ്റ് ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും. യെസ്. ഇതിന്റെ മീൻ കാണാം. മീൻ കാണാൻ അറിയാം. ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെ മീൻ കാണാം? സിഗ്മ എക്സ് ബൈ എൻ. ശരിയല്ലേ? എല്ലാം കൂടി കൂട്ടിയിട്ട് എൻ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എത്ര വരിക? 10 + 30, 60, 64, 150, 150/5. അപ്പൊ 30 ആണോ മക്കളെ മീൻ കിട്ടുക? 30 ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും. യെസ്. നമ്മുടെ എന്താ പറഞ്ഞേക്കണേ? ദ സം ഓഫ് ഡീവിയേഷൻ ഓഫ് ഐറ്റം, ഓരോ ഐറ്റംസും ഇൻ എ സീരീസ് എബൌട്ട് മീൻ. കണ്ടോ? മീനിൽ നിന്ന് നമ്മൾ നമ്മുടെ ഓരോ ഐറ്റം കുറയ്ക്കുക, എന്നിട്ട് അതിന്റെ ടോട്ടൽ 0 ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം എന്തെടുക്കാം? നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം 10 അല്ലേ? ഫസ്റ്റത്തെ ഐറ്റം 10 അല്ലേ? 10 ന്ന് മീൻ കുറയ്ക്കുക, 30 കുറയ്ക്കുക. 10 ന്ന് 30 കുറച്ചാൽ -20. സെറ്റ് ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും. സെറ്റ് അല്ലേ? അടുത്തത് 20 ന്ന് 30 കുറയ്ക്കുക. 20 ന്ന് 30 കുറച്ചാൽ -10. അടുത്ത 30 ന്ന് 30 കുറയ്ക്കുക. എത്രയാ? 0. അടുത്തത് 40 ന്ന് 30 കുറയ്ക്കുക 10. 50 ന്ന് 30 കുറയ്ക്കുക 20. സെറ്റ് അല്ലേ? എന്നിട്ട് ഇതിന്റെ ടോട്ടൽ എടുക്കാനല്ലേ പറഞ്ഞേക്കണേ? നോക്കി, ദ സം ഓഫ് ഡിഫറൻസ് ഓഫ് ഐറ്റംസ് ഇൻ എ സീരീസ് അബൌട്ട് മീൻ. കണ്ടോ? ഓരോ ഐറ്റംസ് നമ്മൾ മീനിൽ നിന്ന് കുറച്ചിട്ട് കിട്ടുന്നതിന്റെ സം എടുക്കുക. അപ്പൊ ഇത് -20ഉം ഇത് -10 ആണ്. ഇത് +10ഉം +20 ആണ് അല്ലേ? അപ്പൊ -20ഉം -10ഉം -30 അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? 10ഉം 20ഉം കൂട്ടുമ്പോ +30. അപ്പൊ -30 + 30 0. കണ്ടോ? കത്തിയില്ലേ? ഇതാണ് ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ ചോദിക്കും. മക്കളെ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇഷ്ടമുള്ള 5 വാല്യൂ എഴുതുക. എന്നിട്ട് അതിന്റെ മീൻ കാണാം. മീൻ എങ്ങനെ കാണാം? എല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് മീൻ കിട്ടി. അഫ്രീനെ ക്ലിയർ ആയോ? ആ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഓരോന്നും മീനിൽ നിന്ന് കുറയ്ക്കുക. 10 - 30, 20 - 30, 30 - 30. അങ്ങനെ കുറച്ച് കിട്ടുന്നതിന്റെ ടോട്ടൽ എപ്പോഴും 0 ആയിരിക്കും. എപ്പോഴും അങ്ങനെ കിട്ടുക. ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും 0 തന്നെ കിട്ടുള്ളൂ. ക്ലിയർ ആയോ മക്കളെ? അത് മീനിന്റെ മാത്രം ഒരു സവിശേഷതയാണ് കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണോ? ബിദുൽ ക്ലിയർ? രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് അരിത്തമെറ്റിക്. AM എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ എന്നാണ് കേട്ടോ. അരിത്തമെറ്റിക് മീൻ ഈസ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂ. അതായത് ഒരു സീരീസിലെ എല്ലാ വാല്യൂവിനെയും അരിത്തമെറ്റിക് മീൻ സ്വാധീനിക്കുന്നുണ്ട്. അതൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇപ്പൊ രണ്ടാമത്തെ പ്രോപ്പർട്ടി കിട്ടിയോ? അരിത്തമെറ്റിക് മീൻ ഈസ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം. മക്കളെ ചിലപ്പോൾ 8 മാർക്കിന്റെ ക്വസ്റ്റ്യനില് 6 മാർക്ക് മീനും മീഡിയനും കാണാനായിരിക്കും, അല്ലെങ്കിൽ മീഡിയനും മോഡും കാണാൻ പറഞ്ഞിട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചോദിക്കും? എക്സ്പ്ലെയിൻ ലിസ്റ്റ് ഔട്ട് ദ എനി 2 ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് അരിത്തമെറ്റിക് മീൻ ചോദിക്കും. അങ്ങനെ 8 മാർക്കിന് വരാൻ ചാൻസ് ഉണ്ട്. കത്തിയോ? കത്തികൾ കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ്. അപ്പൊ 6 മാർക്കിന് മീനോ മീഡിയനോ മോഡോ ചോദിച്ചിട്ട് 2 മാർക്കിന്റെ ആ പ്രോപ്പർട്ടി എഴുതാൻ പറയും കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ഞാൻ മാറ്റിയാണ്. നമുക്ക് ഇനി 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. എല്ലാവർക്കും ക്ലിയർ അല്ലേ? 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മക്കളെ ഈ ക്വസ്റ്റ്യൻ വന്നാല് ഞാൻ പറഞ്ഞു ഓരോ ടേബിളിൽ നിങ്ങൾ ഓരോന്ന് കാണണം. ആദ്യം ടേബിൾ വരച്ച് മീൻ കാണാം, വീണ്ടും ടേബിൾ പകർത്തിയിട്ട് മീഡിയൻ കാണാം. അവിടെ ഒരു ടേബിൾ തന്നെ എല്ലാം കാണരുത്, കരകുര വരച്ച് വെക്കരുത് കേട്ടോ. വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും വളരെ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. തോന്നിയ പോലെ വരച്ച് വെക്കരുത്. സോ നമുക്ക് ആദ്യം മീൻ കാണാം. മീൻ കാണണമെങ്കിൽ ആദ്യം നമുക്കറിയാം കണ്ടിന്യൂസ് സീരീസിൽ മീൻ കാണണമെങ്കിൽ ആദ്യം എന്താ ചെയ്യണ്ടേ? മിഡ് പോയിന്റ് കാണണം അല്ലേ? നമ്മുടെ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. കണ്ടിന്യൂസ് സീരീസ് ആണ് എപ്പോഴും ചോദിക്കാറ് കേട്ടോ. എന്ന് കരുതി കണ്ടിന്യൂസ് തന്നെ വരണം എന്നില്ല. ചിലപ്പോൾ ഡിസ്ക്രീറ്റിൽ ഇത് 3ഉം കാണാൻ പറയും. അറിയാതെ നിങ്ങൾക്ക് ഇത് 3ഉം കാണാം ഡിസ്ക്രീറ്റിലും. ഓക്കെ, അതും പഠിച്ചു വെക്കുക, ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ഇവിടെ കണ്ടിന്യൂസ് ആണ്. സോ കണ്ടിന്യൂസിൽ മീൻ കാണാൻ ഇക്വേഷൻ എന്താ? ആരെ വിളിക്കാം? വേണ്ട, ആരും വിളിക്കുന്നില്ല, ഞാൻ തന്നെ എഴുതാം. ഓക്കെ, മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ FM ബൈ സിഗ്മ F. എം കാണപ്പോ അല്ലെ? എം എന്ന് പറഞ്ഞ എന്താ മക്കളെ? എം എന്ന് പറഞ്ഞ മിഡ് പോയിന്റ് ആണ് കേട്ടോ. ഈ ക്ലാസിന്റെ മിഡ് പോയിന്റ് ആണ് എം. 0 to 10 നടുക്കത്തെ വാല്യൂ എത്രയാ? 5. 10 to 20 എത്രയാ? 15. 28 to 30 25. 30 to 40 35. 40 to 50 45. മക്കളെ എം കിട്ടിയത് മനസ്സിലായെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈവശം കാണിച്ച്. യെസ്. നെക്സ്റ്റ് കോളം നമുക്ക് എന്താ വേണ്ടേ? FM-ന്റെ ടോട്ടൽ അല്ലേ വേണ്ടത്? സോ അടുത്ത കോളം ഈസ് FM. F ഇൻറ്റു എം. ഈ എഫിനെ എം വെച്ച് ഇൻറ്റു ചെയ്യുക. അപ്പൊ എമ്മിനെ അല്ല എഫിനെ എം വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ 8 40 വരും. FM 40 വരും. അടുത്ത കാൽക്കുലേറ്റർ ഉള്ള ആരെങ്കിലും ഉണ്ടോ? 15 × 12 ഞാൻ തന്നെ ചെയ്യാം സാറേ. 15 × 12 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 180 എന്ന് കിട്ടും. 180. അടുത്ത 25 × 17 ആണ്. 25 × 17 ചെയ്യുമ്പോൾ നമുക്ക് 425 425 കിട്ടും.
അടുത്ത 35 ഇൻറ്റു 8 35 ഇൻറ്റു 8 ചെയ്യുമ്പോൾ നമുക്ക് 280 280 കിട്ടും. അടുത്തത് 45 ഇൻറ്റു 5 ചെയ്യുക 45 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് 225 കിട്ടും. യെസ്, എന്നിട്ട് അതിന്റെ ടോട്ടൽ എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ എഫ് എം കിട്ടും. എഫ് എമ്മിന്റെ ടോട്ടൽ എടുക്കും കേട്ടോ. ആരാണ് ഇർഫാനാണോ സാർ ഇത്? എന്താ പറഞ്ഞേ? 40 ആരാണ് ചോദിച്ച ആള്? മോനെ ആകാശേ, മലയാളം പറഞ്ഞ മനസ്സിലാകത്തില്ലേ? മീൻ മീഡിയം മോഡ് വരുമ്പോ എല്ലാം കൂടെ ഒറ്റ ബോക്സിൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ ഇവിടെ മലയാളം പറഞ്ഞ മനസ്സിലാകത്തില്ല ആകാശേ. എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വൃത്തിയിൽ ചെയ്യൂ. വൃത്തി വരട്ടെ കേട്ടാ, വൃത്തി ഇല്ലാതിരിക്കരുത്. അപ്പോ മീൻ കാണുമെങ്കിൽ എന്താ ചെയ്യണ്ടേ? എഫ് എമ്മിന്റെ ടോട്ടല് 1150 കിട്ടി ബൈ എഫ്. എഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റിൽ തന്നിട്ടുള്ള എഫ് ആണ് ഫ്രീക്വൻസി. രണ്ടാമത്തെ കോളം എപ്പോഴും എഫ് ആണ് കേട്ടോ മക്കളെ. എഫ് എന്ന് ക്വസ്റ്റിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എഫ് എന്നാ കൊടുക്കണ്ടേ കേട്ടോ. രണ്ടാമത്തെ കോളം കത്തിയില്ലേ? എഫിന്റെ ടോട്ടൽ എത്ര പറഞ്ഞേ? 8 + 12 പ്ലസ് എന്ന് കൂട്ടി പറഞ്ഞേ 8 + 12 + 17 + 8 + 5 കൂട്ടുമ്പോൾ നമുക്ക് 50 എന്ന് കിട്ടും. 50 എന്ന് കിട്ടും. അപ്പൊ 1150/50 1150/50 ചെയ്യുമ്പോൾ നമുക്ക് 23 എന്ന് കിട്ടും. മീൻ കിട്ടി മക്കളെ. സെറ്റ് ആണോ? മീൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും. ഓക്കെ, ഇനി മീഡിയം കാണാൻ പറയുമ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും ആൻസർ ഷീറ്റോട്ട് പകർത്താം. 0 to 10 കണ്ടോ, 10 to 20 കേട്ടോ ആകാശേ. ആദ്യം തന്നെ ചെയ്യരുത് കേട്ടോ, വൃത്തിയിൽ ചെയ്യൂ. 8 മാർക്കിലിടാ, 1-2 മാർക്കല്ലല്ലോ. 8 12 17 8 5 മക്കളെ. മീഡിയൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, മീഡിയൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അങ്ങനെയല്ലേ പഠിച്ചേക്കണേ. സോ ഇവിടെ നമ്മൾ എന്ത് കാണണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വർക്ക്ഔട്ട് ചെയ്യണം. SO ഫസ്റ്റ് വൺ 8 + 12 എത്രയാ? 20 20 + 17 37 45 ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 50. n = 50. അറിയാലോ. മീഡിയം ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ആദ്യം n/2 ചെയ്യണം മക്കളെ. ഇവിടെ മാത്രം n+1 ചെയ്യില്ല, n/2 ആണ് ചെയ്യുക കേട്ടോ ഫ്രീനെ. n/2 അപ്പോ 50/2 ചെയ്യാം. 50/2 അപ്പൊ 50/2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 25ാമത്തെ ഐറ്റം. 25ാമത്തെ ഐറ്റം ഇതിൽ ഉണ്ടോ നോക്കണം. അതിനാണല്ലോ CF വരച്ചേ. 25 ഇല്ലെങ്കിൽ പിന്നെ അടുത്ത വാല്യൂ എടുക്കുക. അടുത്ത വാല്യൂ ഏതാ? 37. അത് കിട്ടിയാൽ പിന്നെ നെക്സ്റ്റ് ഇക്വേഷൻ എന്താ? L + n/2 - CF/F × C അല്ലെങ്കിൽ H. L എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 20. അത് 20 ഇട്ട് കൊടുക്കുക മക്കൾ. 20 ഏറ്റവും അവസാനം കൂട്ടാവൂ കേട്ടോ. n/2 ഓൾറെഡി ചെയ്ത് വെച്ചിട്ട് n/2 25. ഈ CF എപ്പോഴും മക്കൾ തൊട്ട് മുമ്പത്തെ CF എടുക്കാവൂ കേട്ടോ ഫ്രീനെ. നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള CF അല്ല, മുമ്പത്തെ CF. അപ്പൊ എത്രയാ? 20 ബൈ ഫ്രീക്വൻസി. ഫ്രീക്വൻസി പറഞ്ഞ രണ്ടാമത്തെ കോളല്ലേ, അത് ക്വസ്റ്റ്യൻ ഉള്ളതാണ്. 17 ഇൻറ്റു ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ 20 30 നമ്മുടെ ഡിഫറൻസ് ആണ്. 30 20 കുറയ്ക്കുക. സോ 10 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 25 - 20 മക്കളെ. ഈ 20 ഏറ്റവും അവസാനം കൂട്ടാവും കേട്ടോ, ലോവർ ലിമിറ്റ്. അപ്പോ 20 + 25 20 കുറച്ചാൽ 5. 5 × 10 50. 50/17. യെസ്, 50/17 എത്ര ആൻസർ കിട്ടാ? 50/17. 50/17 ചെയ്യുമ്പോൾ നമുക്ക് 2.94 കിട്ടും. 2.94 ആണോ മക്കളെ? 2.94 എന്നാണ് കിട്ടണേ. യെസ്, അപ്പൊ 20 + 2.94 ദ ആൻസർ ഈസ് 22.94. ഇതാണ് നമ്മുടെ മീഡിയൻ. സെറ്റ് ആണോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും. യെസ്. ഇനി മോഡ് മകളെ. മോഡ് കാണാൻ പറയുമ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻ പകർത്താം കേട്ടോ ആകാശേ. ഓക്കെ, മോഡ് കാണാൻ പറയുമ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻ പകർത്താം. ഇതിൽ ഏറ്റവും വലുത് എടുക്കാം. ഏറ്റവും വലുത് ഏതാ? വലുത് ഏതാ? 17 അല്ലേ? അതൊന്ന് റൗണ്ട് ചെയ്തേക്കാം. വേറെ കോളൊന്നും വരയ്ക്കണ്ട. മോഡിന് കോളൊന്നും വേണ്ട കേട്ടോ മക്കളെ. ഒറ്റ കോളം വരയ്ക്കണ്ട. ക്വസ്റ്റ്യൻ തന്നെ ഏറ്റവും വലുതെടുക്കുക. ഓക്കെ അല്ലേ? നമ്മുടെ ഇക്വേഷൻ എന്താ? L + ഇക്വേഷൻ ഇവിടെ എഴുതുന്നുണ്ട്. മോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? L + d1 / d1 + d2 × C. ഓക്കെ, അപ്പൊ L എന്ന് പറഞ്ഞാൽ നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രീക്വൻസിയില്ലേ, അതിന്റെ ലോവർ ലിമിറ്റ് എത്രയാ? 20 ആണ്. സോ 20 എന്ന് കൊടുക്കുക. പ്ലസ് d1 കാണാനായിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത ഫ്രീക്വൻസിയില്ലേ, അതിന് തൊട്ട് മുമ്പത്തെ ഫ്രീക്വൻസി മൈനസ് ചെയ്യാം. അപ്പൊ 17 നിന്ന് 12 കുറയ്ക്കുക. ശ്രദ്ധിച്ചോട്ടോ. d1 കാണാൻ എന്ത് ചെയ്യണം? 17 നിന്ന് 12 കുറയ്ക്കുക. d2 കാണാൻ 17 നിന്ന് 8 കുറയ്ക്കുക. സെറ്റായ അഫ്രീനെ തൊട്ട് മുമ്പുള്ളത് കുറച്ച് d1 കിട്ടും,
അടുത്ത് കുറച്ചാൽ D2 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ 17 12 കുറച്ചാൽ എത്രയാ? 12 13 14 15 16 17 5 വരും അല്ലെ? അപ്പോ 5 ഡിവൈഡഡ് ബൈ 5 പ്ലസ് D2 ആണ്. D2 എങ്ങനെ കാണാം? 17 നിന്നും 8 കുറയ്ക്കുക. അപ്പൊ 9 വരും. ഇൻറ്റു ക്ലാസ് ഇന്റർവെൽ 30 മൈനസ് 20 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 20 പ്ലസ് 5 ഇൻറ്റു 10. മക്കൾ ഈ 28 അവസാനം ആഡ് ചെയ്യാവൂ. ആരും തന്നെ ആദ്യം പോയി 20 പ്ലസ് 5 25 ചെയ്ത് വെക്കരുത് കേട്ടോ. എല്ലാം ഈ റൈറ്റ് സൈഡിലെ എല്ലാ കാൽക്കുലേഷനും കഴിഞ്ഞിട്ട് 20 വെച്ച് ആഡ് ചെയ്യാവൂ, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാൽക്കുലേഷനും കഴിഞ്ഞിട്ട് 20 വെച്ച് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 5 ഇൻറ്റു 10 എത്രയാ? 50 ബൈ 5ഉം 9ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. സോ 20 പ്ലസ് 50 ബൈ 14. അപ്പൊ വേഗം 50 ബൈ 14 കാൽക്കുലേറ്ററിൽ എത്രയാ നോക്കി. എന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ 50 ഡിവൈഡ് ബൈ 14 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 3.57 കിട്ടും. 3.57. അപ്പൊ ആൻസർ എന്താ വരിക? 23.57. ഇതാണ് നമ്മുടെ മോഡ്. അപ്പൊ മീൻ നമുക്ക് 23 കിട്ടി, മീഡിയം നമുക്ക് 22.94 കിട്ടി, മോഡ് നമുക്ക് 23.5. ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഈ മീനും മീഡിയനും മോഡ് ഏകദേശം അടുത്തുള്ള ആൻസർ ആയിരിക്കും. നിങ്ങൾക്ക് അകലെയുള്ള ആൻസർ എങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എവിടെയെങ്കിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ അല്ലേ? സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. ഇത് ആവറേജ് എന്നല്ലേ അർത്ഥം. ആവറേജ് പറഞ്ഞ ശരാശരി, ഏകദേശം മിഡിൽ ലൈറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ഏകദേശം ഏറ്റവും അടുത്തുള്ള നമ്പർ ആയിരിക്കും മീനും മീഡിയനും മോഡും വരിക. ചിലപ്പോൾ എക്സാമിന് മീൻ മീഡിയം മോഡ് കാണാൻ പറയില്ല. അതിനു മുമ്പ് ഇങ്ങനെ പറയും ചിലപ്പോൾ, പ്രൂവ് മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ വായ പൊളിച്ചിരിക്കേണ്ട, ഇത് മൂന്നും കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. മീനും മീഡിയനും മോഡും കാണുമ്പോൾ ഏറ്റവും വലുത് മീനായിരിക്കും, സെക്കൻഡ് ലാർജസ്റ്റ് മീഡിയൻ ആയിരിക്കും, ഏറ്റവും ചെറുത് മോഡ്. കിട്ടുന്ന ആൻസർ അങ്ങനെയായിരിക്കും. സോ ഇങ്ങനെ കാണാൻ ചിലപ്പോൾ പറയും. ഇത് എംപെറിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എംപെറിക്കൽ റിലേഷൻഷിപ്പ് ഓക്കെ ആണോ? സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ്. അപ്പൊ മീൻ കാണാൻ പഠിച്ചു, മീൻ കാണാൻ ഇത്രയും ചെയ്യുക മക്കളെ. ക്വസ്റ്റ്യൻ പകർത്തിയിട്ട് മീൻ കഴിഞ്ഞാൽ അതിൽ തന്നെ മീഡിയം ചെയ്യരുത്. വീണ്ടും ക്വസ്റ്റ്യൻ താഴോട്ട് പകർത്തുക, എന്നിട്ട് CF കണ്ടിട്ട് മീഡിയം കാണാം, വീണ്ടും ക്വസ്റ്റ്യൻ പകർത്തുക, അതിന് മോഡ് കാണാം കേട്ടോ. മോഡ് കാണാൻ എക്സ്ട്രാ കോളം ഒന്നും വരയ്ക്കേണ്ട. ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് ചെയ്യുക? ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. L+D1 ഡിവൈഡ് ബൈ D1 + D2 ഇൻറ്റു C. D1 + D2 ആണ്, ഇൻറ്റു അല്ല കേട്ടോ, ശ്രദ്ധിക്കുക. ഓക്കെ ആണോ? സെറ്റ് അല്ലേ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും മീനോ മീഡിയനോ മോഡിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എനി ഡൗട്ട്? മീൻ മീഡിയൻ മോഡിൽ ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോളൂ. ഇല്ല, എല്ലാവർക്കും ഓക്കെയാണ്. സെറ്റ് അല്ലേ? ഏസിക്ക് എല്ലാവർക്കും ഓക്കെയാണ്. ഡൗട്ട് ഇല്ല. അപ്പൊ ബ്രേക്ക് വേണം. ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഉജ്ജീവ് പറഞ്ഞുതരാം. ഓക്കെ, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോളൂ. വീഡിയോ ഓണാക്കി എല്ലാവരും. വേഗാവട്ടെ വേഗാവട്ടെ. അഫ്രീൻ, ഷിഫാന, സാൻഡ്ര, ഫിദ. ഓക്കെ, നമ്മുടെ 4th ചാപ്റ്റർ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയാണ്. പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിൽ നിങ്ങൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കാനും അതേപോലെ തന്നെ ഉജ്ജീവ് വരയ്ക്കാനും പഠിക്കുക, പൈ ഡയഗ്രാം പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി, പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒജീവ് ഒക്കെ കൂടി നമുക്ക് ഒജീവിന്റെ വേറൊരു പേരെന്താ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡയഗ്രാം. മക്കളെ നമുക്ക് മീഡിയം കാണാൻ നമ്മൾ ഏത് ഡയഗ്രാം വരയ്ക്കാം? 1 മാർക്കിന് ചോദിക്കും കേട്ടോ. മീഡിയം കാണാൻ ഏത് ഡയഗ്രാം ആണ്? മോഡ് കാണാൻ ഏത് ഡയഗ്രാം എന്ന് ചിലപ്പോൾ ചോദിക്കും. മീഡിയൻ കാണാനായിട്ട് ഏത് ഡയഗ്രാം വരയ്ക്കുക? അറിയാമോ ആർക്കെങ്കിലും? ഞാനൊരു കോഡ് പഠിപ്പിച്ചിട്ടില്ലേ? എന്താ കോഡ്? മീഡിയൻ കാണാൻ ഏതാ കോഡ് പറഞ്ഞ ഒരു എന്താ കോഡ്? ഏതാ? മീഡിയൻ എന്താ? കേട്ടില്ല? മിയോ. മിയോ. മീഡിയം കാണാൻ ഒജീവ് വരയ്ക്ക, മോഡ് കാണാൻ ഹിസ്റ്റോഗ്രാം കേട്ടോ. അപ്പൊ ഒരെണ്ണം പഠിച്ച കിട്ടില്ല. മിയോ എന്ന് പറഞ്ഞ് പഠിച്ചിരിക്കട്ടെ. മിയോ കേട്ടോ. അപ്പൊ മീഡിയം കാണാൻ ഏതാണ്? ഒജീവ്. മോഡ് കാണാൻ ഹിസ്റ്റോഗ്രാം. മാറിപ്പോകരുത്. സെറ്റ് അല്ലേ? കഴിച്ച് കാണിച്ച എല്ലാവരും അഫ്രീനെ ക്ലിയർ? യെസ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്കത് 3 കാണാം. സാറിന് കാണിച്ചു തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ കാണിച്ചു. അതിനു മുമ്പ് നാളെ മോർണിംഗിൽ സ്റ്റാർട്ടിയുടെ ഫസ്റ്റത്തെ 2 ചാപ്റ്ററിന്റെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ലിങ്ക് അയച്ചുതരാം. നമ്മുടെ കുട്ടികൾക്ക് ഓൾറെഡി ലിങ്ക് വരും. പുതിയ കുട്ടികളില്ലേ, അതായത് +2 ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട് സൈഡ് ഉണ്ട്, അല്ലെ വേറെ പുറത്തുനിന്നുള്ള കുട്ടികൾക്ക് ലിങ്ക് തരാം കേട്ടോ. അപ്പൊ മോർണിംഗ് 6 to 7:30 ഉണ്ടാവും കേട്ടോ. ഓക്കെ, സ്റ്റാർട്ടിയുടെ ക്ലാസ് തന്നെ. ഓക്കെ, ചാറ്റിൽ അയച്ചിട്ടുണ്ട്, ചാറ്റിൽ കേട്ടോ. ഞാൻ ലിങ്ക് ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. എല്ലാ കുട്ടികളും കയറന്നിട്ട് മോർണിംഗിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒജീവ് വരച്ചാൽ ഇതൊന്ന് കളയോ സാറേ? ഒജീവ് വരയ്ക്കാൻ പോവാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഒജീവ് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഒജീവ് വരയ്ക്കണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ലെസ് ദാൻ ടേബിളും മോർ ദാൻ ടേബിളും വരയ്ക്കണം കേട്ടോ. ലെസ് ദാൻ ടേബിളും വരയ്ക്കണം, മോർ ദാൻ ടേബിൾ നിങ്ങൾ എക്സ്ട്രാ വരയ്ക്കണം, എന്നിട്ടേ ഒജീവ് വരയ്ക്കാവൂ കേട്ടോ. ഓടിപ്പോയിട്ട് നമുക്ക് ഒജീവ് വരയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. സോ നമ്മൾ ലെസ് ദാൻ ടേബിളും മോർ ദാൻ ടേബിളും വരയ്ക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ലെസ് ദാൻ ടേബിൾ വരയ്ക്കാൻ പോവാണ്. ലെസ് ദാൻ
അപ്പൊ മാർക്ക് ആണെങ്കിൽ നിങ്ങൾ സ്കോർ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് ആണെങ്കിൽ ക്ലാസ് എന്ന് കൊടുത്താലും മതി. എന്നിട്ട് ഇവിടെ ഫ്രീക്വൻസി എന്ന് കൊടുക്കുക, ഫ്രീക്വൻസി സ്കോർ. മക്കളെ ലെസ് ദാൻ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഈ അപ്പർ ലിമിറ്റ് എടുക്കുക. എത്ര എടുക്കുക? അപ്പർ ലിമിറ്റ് എടുക്കുക. അപ്പൊ എന്ത് വരും? ലെസ് ദാൻ 10, ലെസ് ദാൻ 10, ലെസ് ദാൻ 20, ലെസ് ദാൻ 30, ലെസ് ദാൻ 40, ലെസ് ദാൻ 50. ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും. ആദ്യത്തെ ഫ്രീക്വൻസി 8 അല്ലേ? ആ 8 തന്നെ ഇവിടെ എഴുതുക. കണ്ടോ? 8 എഴുതി. 8ന്റെ കൂടെ 12 കൂട്ടുക. അപ്പൊ എത്രയാ? 20. 20 പ്ലസ് 17 37. 37 പ്ലസ് 8 45, 5, 50. സെറ്റ് ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും. നമ്മൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കാണില്ലേ? അതേപോലെ കേട്ടോ. ആദ്യത്തെ 8 എടുത്ത് എഴുതാ. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലെസ് അല്ല ചെയ്യേണ്ടേ, ആഡ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഇനി മോർ ദാൻ. മോർ ദാൻ, മോർ ദാൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട്. ആണോ? മോർ ദാൻ ഡിഫിക്കൽട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? മോർ ദാൻ കാണാൻ ഡിഫിക്കൽട്ട് ഉള്ളവരൊന്ന് റീസാൻഡ് ചെയ്തേ. ഇല്ല, ആരുമില്ല. മോർ ദാൻ കാണുമ്പോൾ നമ്മൾ ഇവിടുത്തെ ലോവർ ലിമിറ്റ് എടുക്കുക, ലോവർ ലിമിറ്റ് കേട്ടോ. അപ്പൊ 0 അല്ല ആദ്യത്തെ. അപ്പൊ മോർ ദാൻ 0. അടുത്തത് മോർ ദാൻ 10, മോർ ദാൻ 20, മോർ ദാൻ 30, മോർ ദാൻ 40. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണെങ്കിൽ ഗൈസ് കാണിച്ച്. മോർ ദാൻ അറിയാവുന്നവർ അതുപോലെ ചെയ്യുക, അല്ലാത്തവർക്ക് എളുപ്പവഴി പറഞ്ഞുതരാം. ഇവിടുത്തെ അവസാനത്തെ 5 അല്ലേ? അവസാനത്തെ 5 അല്ലേ? ആ 5 ഇവിടെ എടുത്ത് എഴുതാ. 5നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാം. 5നെ ഇവിടെ 8 കൂട്ടിയാൽ എത്രയാ? 8, 9, 10, 11, 12, 13. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. അടിയിൽ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം. 13ന്റെ കൂടെ 17 കൂട്ടിയാൽ 30. 30ന്റെ കൂടെ 12 കൂട്ടിയാൽ എത്രയാ? 42. 42 കൂടെ 8 കൂട്ടിയാൽ 50. സെറ്റ് അല്ലേ? കൈശി കാണിച്ചെല്ലാവരും ഫ്രീനെ ക്ലിയർ ആയില്ല. അടിയിൽ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം. ആദ്യത്തെ 5 എടുത്ത് എഴുതി. നമ്മൾ നേരത്തെ ഇവിടെ 8 എടുത്ത് എഴുതിയില്ല. 8ന്റെ കൂടെ 12 കൂട്ടി 20 എഴുതി. അതേപോലെ അടിയിൽ നിന്ന് എന്ത് ചെയ്യുക? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അവസാനത്ത് വേണം ഇവിടെ അവസാനം എഴുതാൻ കേട്ടോ. ആദ്യം കൊണ്ട് 5 എഴുതിക്കരുത്. 5 എടുത്ത് ഇവിടെ അവസാനം എഴുതി. 5ന്റെ കൂടെ 8 കൂട്ടി, അപ്പൊ 13 കിട്ടി. 13ന്റെ കൂടെ 17 കൂട്ടാ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 30 കിട്ടി. 30 പ്ലസ് 12 42, 8, 50. സെറ്റാണ് കൈശി കാണിച്ച എല്ലാവരും. യെസ്, ഇവിടുത്തെ അവസാനത്തെയും ഇവിടുത്തെ ആദ്യത്തെ സെയിം ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഡയഗ്രാം വരയ്ക്കാൻ അറിയാലോ. യെസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സിൽ 0 കൊടുക്കുക, 10 കൊടുക്കുക, 20 കൊടുക്കുക, 30 കൊടുക്കുക, 40 കൊടുക്കുക, 50 കൊടുക്കുക. ഇവിടെ ഏറ്റവും വലുത് നമുക്ക് 50 അല്ലേ? ഫ്രീക്വൻസിയിൽ ഏറ്റവും വലുത് 50 അല്ലേ? അപ്പൊ 50 വരാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. 10, 20, 30, 40, 50. അപ്പൊ ആദ്യം ലെസ് ദാൻ വരയ്ക്കാം. 10ന് നേരെ 8 മാർക്ക് ചെയ്യാം. 10ന് നേരെ 8 മാർക്ക് ചെയ്യുക. 20ന് നേരെ 20 മാർക്ക് ചെയ്യുക. 20ന് നേരെ 20 മാർക്ക് ചെയ്യുക. 30ന് നേരെ 37 മാർക്ക് ചെയ്യുക. 40ന് നേരെ 45, 50ന് നേരെ 50 തന്നെയാണ്. അപ്പോൾ 0ന്ന് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ കൈവച്ച് വരയ്ക്കുക കേട്ടോ. ഇതാണ് ലെസ് ദാൻ. ഓക്കെ അല്ലെ? സെറ്റ് ആണെങ്കിൽ കൈവച്ച് കാണിച്ച എല്ലാവരും. മോർ ദാൻ 0ന് നേരെ 50. 0ന് നേരെ 50 വരും. അടുത്ത 42 വരും. പിന്നെ 30 വരും. പിന്നെ 13 വരും. നെക്സ്റ്റ് 5 വരും. യെസ്, എന്നിട്ട് നമ്മൾ ഇങ്ങനെ 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 വരയ്ക്കുക. കണ്ടോ എന്ത് രസമാണ് നമുക്ക്. ഇത് രണ്ടുകൂടി കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് നമ്മുടെ എന്തോന്ന്? മീഡിയൻ. സെറ്റ് അല്ലേ മക്കളെ? ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും. മുഹമ്മദ് ഷിഫാനെ ക്ലിയർ ആയോ മോനെ? മോർ ദാൻ ലെസ് ദാൻ ടേബിൾ വരയ്ക്കാൻ മനസ്സിലായില്ലേ? ലെസ് ദാൻ കാണാൻ മോളിൽ നിന്ന് ക്യൂമുലേറ്റീവ് കാണാം, മോർ ദാൻ കാണാൻ അടിയിൽ നിന്ന് ക്യൂമുലേറ്റീവ് കാണാം. സിമ്പിൾ ആണ്, മാറിപ്പോകരുത് കേട്ടോ. സിമ്പിൾ ആണ്. അപ്പൊ ലെസ് ദാനും മോർ ദാൻ എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ ഞാൻ മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇവിടെ 0 കൊടുക്കുക, 10 കൊടുക്കുക, 20, 30, 40, 50. ഇവിടെ അതുപോലെ തന്നെ 10, 20, 30, 40, 50. എന്നിട്ട് 0ക്കും 10നും ഇടയിൽ 8 അല്ലേ? 0ക്കും 10നും ഇടയിൽ 8 മാർക്ക്. കണ്ടോ ഇങ്ങനെ വരയ്ക്കാം. നമ്മളൊരു ബാർ വരയ്ക്കണം. 8 വരച്ചു. അടുത്ത 10 to 20 12 അല്ലേ? സോ നമ്മൾ 12 വരച്ചു. കണ്ടോ? അടുത്ത 17 അല്ലേ? അപ്പൊ തൊട്ട് മുകളിലേക്ക് വരും. 17 വരച്ചു. അടുത്ത 8 അല്ലേ? സോ അടുത്തത് 8 വരയ്ക്കുക. അവിടെ വരും കേട്ടോ. പിന്നെ 5 വരയ്ക്കുക. കണ്ടോ? ഇങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. കത്തിങ്ങനെ കാണിച്ച ഹിസ്റ്റോഗ്രാം. ഇതിന്റെ ഏറ്റവും വലിയ ബാറിൽ ഏറ്റവും ഹയസ്റ്റ് കൂടി ഇത്. എന്നിട്ട് ഇതിന്റെ ഈ മൂലയിൽ നിന്ന് ഈ മൂലയ്ക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഈ മൂലയിൽ നിന്ന് ഇതിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. കണ്ടോ? കത്തിയോ? ഇത് രണ്ടും കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് നമ്മുടെ എന്തോന്ന്? മോഡ്. മക്കളെ മോഡ് കാണാൻ മനസ്സിലായെങ്കിലും കൈശി കാണിച്ച എല്ലാവരും. സെറ്റ് അല്ലേ?
ഇനി ഇതിനകത്ത് ഫ്രീക്വൻസി പോളിഗണോ ഫ്രീക്വൻസി കർവോ വരയ്ക്കാൻ പറഞ്ഞാൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. ആദ്യം ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് ഇത് നടുക്കത്തെ പോയിന്റ് എടുക്കുക. എല്ലാത്തിനും നടുക്കില്ല, നടുക്ക് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്കെയിൽ വെച്ച് വരച്ചാൽ എന്ത് കിട്ടും? സ്കെയിൽ വെച്ച് വരച്ചാൽ ഫ്രീക്വൻസി പോളിഗൺ കിട്ടും. സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇവിടെ കണ്ടോ, ഏറ്റവും മുകളിൽ ഇങ്ങനെ കിട്ടും. കൈ വെച്ച് വരച്ചാൽ ഇങ്ങനെ കിട്ടും. അതാണ് ഫ്രീക്വൻസി കർവ്. കൈ വെച്ച് ഇങ്ങനെ ഒഴുക്കനെ വരച്ച ഫ്രീക്വൻസി കർവ്, സ്കെയിൽ വെച്ച് വരച്ച ഫ്രീക്വൻസി പോളിഗൺ. കത്തിയെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? ഒജീവ് പഠിച്ചു, ഹിസ്റ്റോഗ്രാം പഠിച്ചു, ഫ്രീക്വൻസി പോളിഗൺ പഠിച്ചു, ഫ്രീക്വൻസി കർവ്. 4 കാര്യങ്ങൾ പഠിച്ചു. എല്ലാവർക്കും സെറ്റ് അല്ലേ? 4 കാര്യങ്ങൾ എല്ലാവർക്കും സെറ്റ് അല്ലേ? യെസ്. 5 മിനിറ്റ് എടുത്തെടുത്തോ. യെസ്. അപ്പൊ ഒജീവ് പഠിച്ചിട്ട് 5 മാർക്കിന് ചിലപ്പോൾ ചോദിക്കട്ടെ മക്കളെ. വരച്ച് പഠിക്കുക, വെറുതെ വായിച്ച് പഠിച്ചിട്ട് പോകരുത്. ഒജീവ് ഒരു തവണയെങ്കിലും നിങ്ങൾ വരയ്ക്കണം കേട്ടോ. സാർ അടുത്ത് കാണിച്ചു, ഒരു തവണയെങ്കിലും നിങ്ങൾ വരയ്ക്കണേ. വേഗം. ഓക്കെ. അപ്പൊ ഒജീവ് നിങ്ങൾ ഒരു തവണ ബുക്ക് എടുത്ത് വരയ്ക്കണം. അടുത്ത് കാണിച്ചു. അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, വെറുതെ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് ഇപ്പൊ ഒരു ഇയർ ഉണ്ട് 2001 ആണെങ്കിൽ അതിൽ ഒരു പോയിന്റ് ഇടുക. അടുത്ത ഇയറിൽ വാല്യൂ എത്ര വെച്ച് ജസ്റ്റ് ലൈൻ വരയ്ക്കുക, കണക്ട് ചെയ്ത് ലൈൻ വരച്ചാൽ മതി. അതാണ് അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് കേട്ടോ. അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ടൈം സീരീസ് ഗ്രാഫ് എന്നും പറയാറുണ്ട്. ചിലപ്പോൾ ചോദിക്കും അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് ഈസ് ഓൾസോ നോൺ ആസ് ടൈം സീരീസ് ഗ്രാഫ്. നമ്മൾ സാധാരണ ബാർ വരയ്ക്കുന്ന പോലെ ഓരോ ഇയറിന്റെയും നമ്മൾ എന്ത് ചെയ്യുക, ആ പോയിന്റ് പ്ലോട്ട് ചെയ്യുക, എന്നിട്ട് കൈ വെച്ചൊരു ലൈൻ വരയ്ക്കുക. അതാണ് അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ്. കത്തിങ്ങളെ കൈ വീശി കാണിച്ച് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അഫ്രീനെ ക്ലിയർ ആയില്ലടാ? യെസ്. അടുത്ത പൈ ഡയഗ്രാം ആണ്. പൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ മക്കളെ നിങ്ങൾക്ക് പെർസെന്റേജ് ആണ് തരുന്നതെങ്കിൽ സിമ്പിളായി നേരിട്ട് ആംഗിൾ കാണാം. എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 3.6 ചെയ്താൽ മതി. കാണാതെ പഠിച്ചോ. പെർസെന്റേജ് ആണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 3.6 ചെയ്താൽ നമുക്ക് ആംഗിൾ കിട്ടും കേട്ടോ. ഇനിയിപ്പോ പെർസെന്റേജ് അല്ല തരുന്നെങ്കിലോ നിങ്ങൾ ആദ്യം പെർസെന്റേജ് ആക്കിയിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആംഗിൾ കാണാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ ഓൾറെഡി പെർസെന്റേജ് അല്ലേ തന്നേക്കണേ? ഇവിടെ ഓൾറെഡി നമുക്ക് പെർസെന്റേജ് ആണ് തന്നേക്കണത്. സോ നിങ്ങൾ എന്ത് ചെയ്യാം? ഇൻറ്റു 3.6 ചെയ്യുക. അപ്പൊ 11 ഇൻറ്റു 3.6. ഒരാളെ വിളിക്കൂ സാറേ. സാന്ദ്രനെ വിളിച്ചു. 11 ഇൻറ്റു 3.6 എത്രയാ സാന്ദ്ര? 11 ഇൻറ്റു 3.6 വേഗം പറയടാ. വേഗം പറയ്, അനങ്ങനിക്കല്ലേ ഓനെ. എന്താ ഒരു നമ്പർ ഒക്കെ തെരഞ്ഞെടുക്കണം അവിടെ കാൽക്കുലേറ്ററിൽ. 11 ഇൻറ്റു 3.6 ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. 39. അടുത്തത് 27 ഇൻറ്റു 3.6. 97. 2. അടുത്ത 62 ഇൻറ്റു 3.6. 2. യെസ്. ഇവിടെ എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 360 ഡിഗ്രി കിട്ടണം. 360 കേട്ടോ. ചിലപ്പോൾ 359.9 ആയിരിക്കും കിട്ടണ്ടാവുക. എങ്ങനെ കിട്ടിയാലും 360 ഡിഗ്രി ഉള്ള ഒരു സർക്കിളിൽ ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രിയാന്ന് അറിയാലോ നിങ്ങൾക്ക്? 360 ഡിഗ്രിയാണ്. നമുക്ക് നോക്കാം. 39.6 പ്ലസ് 39.6 കറക്റ്റ് ആണോടാ? എത്ര കിട്ടുന്നത്? 360 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. നിങ്ങൾ റൗണ്ട് വരയ്ക്കാം മക്കളെ. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് കോമ്പസ് കൊണ്ടുപോകണം. കോമ്പസ് കൊണ്ടുപോയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വളയിട്ടെങ്കിലും പോവാ കേട്ടോ. കോമ്പസ് ഇല്ലെങ്കിൽ വളയെങ്കിലും ഇട്ട് കൊണ്ടുപോകാം. ബോയ്സ് ആണെങ്കിൽ വല്ല ഇടിവളയോ എന്തൊക്കെ ആയിട്ട് കൊണ്ടുപോവുക. അല്ലെങ്കിൽ സർക്കിൾ കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിക്കുക. പ്രൊട്രാക്ടർ ഇല്ലെങ്കിൽ ഏകദേശ കണക്കിൽ വരയ്ക്കുക. അറിയാലോ, കറക്റ്റ് ആയിട്ട് അളന്ന് തിട്ടപ്പെടുത്തൊന്നുമില്ല ടീച്ചർമാര്. അപ്പൊ 39.6 നിങ്ങൾക്ക് അറിയാം. ഇത് 90 ഡിഗ്രി ആണെന്നറിയാലോ. അതിന്റെ പകുതി 45 അറിയാലോ. 39 കുറച്ച് താഴെയായിട്ട് വരയ്ക്കുക. സെറ്റ് അല്ലേ? കൈശി കാണിച്ച എല്ലാവരും. പ്രൊട്രാക്ടർ ഇല്ലെങ്കിൽ കേട്ടോ. പ്രൊട്രാക്ടർ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അളവെടുക്കുക. അടുത്ത് 97.2 ആണ്. അപ്പൊ 90 ഡിഗ്രി 90 ഇതാണ്. അപ്പൊ 97 ഇത് വരും കേട്ടോ. സിമ്പിൾ ആണ്. സോ ഇത് പ്രൈമറി സെക്ടർ, ഇത് സെക്കൻഡറി സെക്ടർ, ഇത് ടെറിഷറി സെക്ടർ. സെറ്റ് അല്ലേ മക്കളെ? ഷെയ്ഡൊക്കെ കൊടുക്കണമെങ്കിൽ ഷെയ്ഡൊക്കെ കൊടുക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ കൈശി കാണിച്ച അഫ്രീനെ ക്ലിയർ അല്ലേ? അപ്പൊ പെർസെന്റേജ് അല്ല തരുന്നതെങ്കിൽ എങ്ങനെ പെർസെന്റേജ് ആക്കുക? ടോട്ടൽ എടുത്തിട്ട് ഈ ഓരോന്നിനെയും ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക കേട്ടോ. ഓരോ എമൗണ്ടിനെയും എന്ത് ചെയ്യുക? ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അടുത്തതുപോലെ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു, അങ്ങനെ പെർസെന്റേജ് ആക്കുക. എന്നിട്ട് പിന്നെ ആംഗിൾ കാണാം. ഓക്കെ അല്ല അഫ്രീനെ? കത്തിയില്ലേ? പെർസെന്റേജ് അല്ലെങ്കിൽ ആദ്യം പെർസെന്റേജ് ആക്കണം, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. പെർസെന്റേജ് അല്ലെങ്കിൽ ഓക്കെ ആണോ? ഷിഫാനെ ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ബാർ ഡയഗ്രാം. സിമ്പിൾ ബാർ ഡയഗ്രാം ആണ് അടുത്തത്. മക്കളെ സിമ്പിൾ ബാർ ഡയഗ്രാം പേരിൽ തന്നെ ഉണ്ട്, വളരെ സിമ്പിൾ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. അതായത് വെറുതെ നമുക്ക് ഇയർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വാല്യൂസ് വന്നിട്ടില്ലേ. ഇത് ഒരുപാട് തവണ എക്സാമിന് വന്നിട്ടുണ്ട് സിമ്പിൾ ബാർ ഡയഗ്രാം കേട്ടോ. സോ അതുകൊണ്ട് സിമ്പിൾ ബാർ ഡയഗ്രാം വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും വരയ്ക്കുക. ബാർ ഡയഗ്രത്തിന് ഗ്യാപ്പ് ഇല്ല.
ഹിസ്റ്റോഗ്രാമിനാണ് ഗ്യാപ്പ് വരുന്നത്. ഇവിടെ 2020 നമ്മൾ 20 മാർക്ക് ചെയ്യുക കണ്ടോ, 20 നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. 2021 28 മാർക്ക് ചെയ്യുക കണ്ടോ. അടുത്തത് 32 ആണ്, അപ്പൊ 32 മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് 40 ആണ്, 40 മാർക്ക് ചെയ്യുക. അടുത്ത 36 ആണ്, അപ്പൊ 32ന്റെ മുകളിലായിട്ട് 36 വരും കണ്ടോ. ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് വരയ്ക്കുന്നതാണ് നമ്മുടെ എന്തോന്ന് സിമ്പിൾ ബാർ ഡയഗ്രാം. ഓക്കെ അല്ലെ? വാല്യൂസ് ഒക്കെ നിങ്ങൾ ഇവിടെ കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈ കാണിച്ചേ. യെസ്. അപ്പൊ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ബാർ ഡയഗ്രാമും ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ബാർ ഡയഗ്രവും ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ബാർ ഡയഗ്രം നമ്മൾ ഹൈറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഹിസ്റ്റോഗ്രാം ആണെങ്കിലോ ഹൈറ്റും വിഡ്ത്തും നമ്മൾ കൺസിഡർ ചെയ്യും. ബാർ ഡയഗ്രം വരച്ചാൽ നമുക്ക് ഒരിക്കലും മോഡ് കിട്ടത്തില്ല. ഹിസ്റ്റോഗ്രാം ആണെങ്കിൽ ക്യാൻ ലൊക്കേറ്റ് മോഡ് കാണാൻ ഹിസ്റ്റോഗ്രാം വരച്ചാൽ മതി. ഇനി 1 ഡയമെൻഷണൽ ഡയഗ്രാം, 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഡാഷ് ഈസ് 1 ഡയമെൻഷണൽ ഡയഗ്രാം. 1 ഡയമെൻഷണൽ ഡയഗ്രാം ഏതാ? ബാർ ഡയഗ്രാം ആണ് 1 ഡയമെൻഷണൽ ഡയഗ്രാം. 2 ഡയമെൻഷണൽ ഡയഗ്രാം ഏതാ? ഹിസ്റ്റോഗ്രാം. കേട്ടോ, മാറിപ്പോവരുത്. 1 മാർക്കിന്റെ ക്വസ്റ്റൻ ചോദിക്കുക. ഡാഷ് ഈസ് ദ 1 ഡയമെൻഷണൽ ഡയഗ്രാം. ബാർ ഡയഗ്രത്തിന് ലെഫ്റ്റില് റൈറ്റിൽ എന്തുണ്ടാവും? സ്പേസ് ഉണ്ട്, അവിടെ നോ സ്പേസ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബാർ ഡയഗ്രാം ഹിസ്റ്റോഗ്രാമിന്റെ ഡിഫറൻസ് മനസ്സിലായോ? സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ഒരു സാറ് പാർട്സ് ഓഫ് ടേബിൾ, പാർട്സ് ഇവിടെ ജിഷ്ടു സാർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ. വളരെ ഇങ്ങനെ കണ്ടെടുത്ത് നോക്കുന്നുണ്ട്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറപ്പിച്ച് നോക്കുന്നുണ്ട്. സാർ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പാർട്സ് ഓഫ് ടേബിൾ, ടേബിളിന്റെ പാർട്സ് ആണ്. ടേബിളിന്റെ പാർട്സ് എപ്പോഴും ചോദിക്കുന്നതാണ് എക്സാമിന് കേട്ടോ. ഏതൊക്കെ? ടേബിൾ നമ്പർ, ടൈറ്റില്, ക്യാപ്ഷൻ, സ്റ്റബ്, ബോഡി ഓഫ് ദ ടേബിള്, യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, നോട്ട്. ടേബിൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ ടേബിളിനെ തിരിച്ചറിയാനായിട്ടുള്ളതാണ് ടേബിൾ നമ്പർ. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ടേബിളിന് തലക്കെട്ടാണ് ടൈറ്റിൽ. ഓക്കെ അല്ലെ? ഓരോ ടേബിളിന് കോളം ഇല്ലേ, കോളത്തിന്റെ ഹെഡിങ്ങിനെയാണ് ക്യാപ്ഷൻ എന്ന് പറയാ. റോ ഇല്ലേ, റോയിന്റെ ഹെഡിങ് ആണ് സ്റ്റബ്. ഓക്കെ അല്ലെ? സാറി ഡൗട്ട് ആണോ? ആ ഗൗരി എന്താ ഡൗട്ട് ചോദിച്ച മോനെ? ഇതാണോ? വേണ്ട ഓർഡർ ചെയ്തണ്ട കേട്ടോ. പാർട്സ് ഓഫ് ടേബിൾ അല്ലേ ചോദിച്ചിങ്ങനെ. സോ അപ്പോ പാർട്സ് വെറുതെ എഴുതിയാൽ ഓർഡർ ഒന്നും ഇല്ല അതിന് കേട്ടോ. ഓക്കെ. ചിലപ്പോൾ ഒരു ടേബിൾ എന്നിട്ട് ഫില്ല് ചെയ്യാൻ ചിലപ്പോൾ ടേബിൾ നമ്പർ ഡാഷ് ടൈറ്റ് അങ്ങനെ വരുമ്പോഴും ടൈറ്റിലിന് അത് ഓർഡർ വേണമെന്നില്ല, ഏതെങ്കിലും പാർട്സ് എഴുതിയാലും മതി കേട്ടോടാ. ഓക്കെ. ഇപ്പൊ സ്റ്റബ് എന്ന് പറഞ്ഞാൽ ഓരോ റോയിന്റെ ഹെഡിങ് ആണ്. ചിലപ്പോൾ ഒരു ടേബിൾ ഇങ്ങനെ തന്നിട്ട് അത് ഫില്ല് ചെയ്യാൻ പറയും കേട്ടോ. അപ്പൊ ഏറ്റവും മുകളിലുള്ളത് എന്താ? ടേബിൾ നമ്പർ, ടേബിളിന്റെ ഹെഡിങ് ആണ് ടൈറ്റിൽ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത് പഠിച്ചു വെക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഉണ്ട്. ഈ ടേബിളിനെ തന്നെ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സ്പേഷ്യൽ ഇത് 1 മാർക്കിന് ചിലപ്പോൾ വരും കേട്ടോ. അതായത് ഏരിയയുടെ അടിസ്ഥാനത്തിൽ അത് പറയാണ്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ 5 സ്റ്റേറ്റുകളിൽ നമുക്ക് എന്ത് കൊടുക്കണം? മെഡിസിൻ നമ്മൾ കൊടുക്കണം. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റിൽ എത്ര മെഡിസിൻ കൊടുത്തു? അപ്പൊ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏരിയ ആണ് അല്ലെ? അപ്പൊ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ, കൺട്രിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള തരംതിരിക്കുന്നത് നമ്മൾ എന്താ വിളിക്കുക? സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓർ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി ഇയർ തന്നു, ടൈം സീരീസ്. 2020 മുതൽ 2025 വരെയുള്ള പെട്രോളിന്റെ പ്രൈസ് ആണ് താഴെ തന്നിട്ടുള്ളത്. അത് ഏത് തരം ക്ലാസിഫിക്കേഷൻ? ഇയർ അല്ലേ? ഇയർ എന്ന് പറഞ്ഞാൽ അത് ക്രോണോളജിക്കൽ ആണ്, ടെമ്പോറൽ. ഇയർ വരാം, മന്ത് വരാം, വീക്സ് വരാം. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അപ്പൊ ഇയറിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ മാർക്ക്, ഹൈറ്റ്, വെയിറ്റ്, അളക്കാൻ പറ്റുന്ന വിവരങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. അളക്കാൻ പറ്റാത്ത ഹെയർ, ഇന്റലിജൻസ്, ബ്യൂട്ടി, അതൊക്കെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ എല്ലാവർക്കും 4ാമത്തെ ചാപ്റ്റർ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച് എല്ലാവരും സെറ്റ് അല്ലേ? എനർജറ്റിക് ആയിട്ട് കൈവശി കാണിച്ച് മക്കളെ. 4 വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി 1, 2, 3 ഉണ്ട്. 1, 2, 3 വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററുകളാണ്. ഒരുപാട് തവണ എക്സാമിന് വരുന്നതാണ്. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, ക്വസ്റ്റനെയറിന്റെ ക്വാളിറ്റീസ് കേട്ടോ. അതൊക്കെ നമുക്ക് നാളെ മോർണിംഗിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും മോർണിംഗിൽ കയറണം കേട്ടോ. കയറില്ലേ? മോർണിംഗിൽ കയറണം കേട്ടോ. ആദ്യത്തെ 3 ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി എക്കണോമിക്സ് ക്ലാസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്കണോമിക്സിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ശിശിരയ്ക്ക് എന്തോ ഡൗട്ട് ഉണ്ട്? ശിശിര ഡൗട്ട് ആണോ? ഷിഫാന ക്ലിയർ ആയി എടുത്ത ടോപ്പിക്സ് ഒക്കെ മനസ്സിലായടാ? 4 വരെയുള്ള ചാപ്റ്ററുകൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി 3 ചാപ്റ്റർ ഉണ്ട്. മോർണിംഗ് കയറണം കേട്ടോ ഷിഫാന. ഓക്കെ. എന്താണ് സാന്ദ്ര? ചോദിച്ചോടാ. ഞാൻ ചോദിച്ചോ മോനെ. ഏരിയ ഓൺ ദ ബേസിസ് ഓഫ് ഏരിയ കേട്ടോ. ടൈം ആണെങ്കിൽ ക്രോണോളജിക്കൽ ടൈം. കേരളക്ക് തരാം ജോഗ്രഫിക്കൽ. കേരള, തമിഴ്നാട് അങ്ങനെ തരാം. അല്ലെങ്കിൽ കൺട്രി തരാം. ഇന്ത്യ, ചൈന, അതൊക്കെ ജോഗ്രഫിക്കൽ ആണ്. സ്പേഷ്യൽ എന്ന് പറയുന്നത് വേറൊരു പേരാണ് സ്പേഷ്യൽ. ഇയറിന്റെ വേറൊരു പേരാണ് ക്രോണോളജിക്കൽ അഥവാ ടെമ്പോറൽ കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്താ ഓൾ ദി ബെസ്റ്റ്. നാളെ മോർണിംഗ് ക്ലാസ്സിൽ കയറാം കേട്ടോ. മക്കളെ സാറും ഓക്കെ, ഞാൻ സാറിനോട് സസ്പെൻസ് പൊളിക്കല്ലേ എന്ന് പറയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക്
നമ്മുടെ എക്കണോമിക്സിൻ്റെ ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ ആ ഒരു തിയറി പോർഷനിൽ കുറേ ചാപ്റ്റേഴ്സ് നമ്മുടെ പൂജ മിസ് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നമ്മുടെ രജീഷ് സാറും ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ നേരത്തെ പഠിച്ചു പോയ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമല്ല, അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചാപ്റ്ററും കൂടി ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാനിവിടെ പറയുന്നില്ല, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നോക്കിയിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് എവിടെ നിന്നായിരിക്കും അതിൻ്റെ ചോദ്യങ്ങൾ വരിക എന്നുള്ളതായിരിക്കുള്ളൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡൗട്ട്സ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ അതിൽ ചെറിയ ചോദ്യങ്ങൾ മുതൽ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത് നമ്മൾ തുടക്കത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ 2 fold ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ്. അതായത് ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് വെച്ചാൽ ബ്രിട്ടന്റെ കീഴിലായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. അപ്പൊ അന്ന് ഇന്ത്യയുടെ എക്കണോമിക് പോളിസി ബ്രിട്ടന്റെ കയ്യിലായിരുന്നു. അപ്പൊ ബ്രിട്ടന്റെ എക്കണോമിക് പോളിസി എന്താണ്? ടു യൂസ് ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കൺവേർട്ട് ഇന്ത്യ ഇസ് എ മാർക്കറ്റ് ഓഫ് ദി ഗുഡ്സ് മാനുഫാക്ചർഡ് ഇൻ ബ്രിട്ടൻ. അപ്പൊ ബ്രിട്ടീഷ് മാനുഫാക്ചർ ചെയ്ത ഗുഡ്സുകൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റ് മാത്രമായിട്ടാണ് ഇന്ത്യനെ കണ്ടിരുന്നത്. മാത്രമല്ല ആ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയലിന്റെ സോഴ്സ് ആയിട്ടും അവർ ഇന്ത്യനെ എന്ത് ചെയ്തിരുന്നു, കണ്ടിരുന്നു. പിന്നെ അവിടെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ഹൗ ബ്രിട്ടീഷ് എക്കണോമിക് പോളിസീസ് ലെഡ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. കോട്ടേജ് ഇൻഡസ്ട്രി മാത്രമല്ല, ഇന്ത്യയിൽ അന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കോട്ടേജ് ഇൻഡസ്ട്രിയാണ്. കോട്ടേജ് ഇൻഡസ്ട്രി മാത്രമല്ല, എല്ലാവിധം ഇൻഡസ്ട്രീനെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺ വേർഡ്സിൽ എഴുതുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നോ ഇംപ്രൂവ്മെന്റ് ഇൻ ഇന്ത്യസ് GDP എന്നാണ്. ഇന്ത്യയുടെ GDPക്ക് ഈ ഒരു കാലഘട്ടത്തിൽ യാതൊരുവിധ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇറ്റ്സ് ലെഡ് ടു ദി സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുരടിപ്പിനാണ് ബ്രിട്ടീഷുകാരുടെ കൈകടത്തൽ കാരണമായി തീർന്നത്. ബാക്കി നിങ്ങൾക്ക് അവിടെ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് എന്താവുന്നതാണ്, എഴുതാവുന്നതാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്നും വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഹു മെയ്ഡ് എ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ടു ദ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. ഇന്ത്യയുടെ ദേശീയ വരുമാനം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ ഉണ്ട്, RC ദേശായി, അതേപോലെ തന്നെ ഫിൻലി, ഷിറാസ്, VKRV റാവു, വില്യം ഡിഗ്ബി, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ അതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് VKRV റാവു ആണ് കേട്ടോ. VKRV റാവുവിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരും. അതേപോലെ തന്നെ നേരത്തെ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. Which of the following is not associated with the national income estimations in India? ഇന്ത്യയുടെ ദേശീയ വരുമാന കണക്ക് കൂട്ടുന്നതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് പെടാത്തത്? ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, VKRV റാവു, മഹാത്മാഗാന്ധി. സിമ്പിളായിട്ട് അറിയാം, അതിൽ ഇടപെടാതിരുന്ന മഹാത്മാഗാന്ധിയാണ്. ബാക്കിയുള്ളവരെല്ലാവരും ഇന്ത്യയുടെ നാഷണൽ ഇൻകം കണ്ടെത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് റീസൺ ഫോർ ദ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ. അതായത് ഇന്ത്യയുടെ കാർഷിക മുരടിപ്പിനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത് ഈ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റമാണ്. പിന്നെ ഈ പറഞ്ഞ ലോ ലെവൽ ഓഫ് ടെക്നോളജി, നെഗ്ലിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസർ, പിന്നെ നമുക്ക് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയുടെ കാർഷിക മുരടിപ്പിനുണ്ടായ കാരണം. ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ഉണ്ടല്ലോ, ജമീന്ദാരി, റൈറ്റ് വാരി, മഹൽ വാരി, ഇത് നിങ്ങൾ പഠിക്കണം. ഒന്നില്ലെങ്കിൽ അത് എവിടെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, മറ്റൊന്ന് അത് ആരാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്, പിന്നെ ഒന്ന് അത് ഏത് വർഷമാണ്. ഇതൊക്കെയാണ് നിങ്ങൾ അവിടെ നോക്കേണ്ടത്. അപ്പൊ ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ജമീന്ദാരി സിസ്റ്റം ഇൻ 1793? 1790, ഇവിടെ വർഷമൊക്കെ തന്നിട്ടുണ്ട്. 1793 ഈ ജമീന്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത, ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ആരാണ്? ലോർഡ് ഡെൽഹൌസി ആണോ, ലോർഡ് കോൺവാലിയസ് ആണോ, ലോർഡ് വെല്ലസ്ലി ആണോ, അതേപോലെ തന്നെ ലോർഡ് കേഴ്സൺ പ്രഭു ആണോ, വെല്ലസ്ലി പ്രഭു ആണോ, കോൺവാലിയസ് പ്രഭു ആണോ, ഡെൽഹൌസി പ്രഭു ആണോ? ആരാണ്? അതിന്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യെസ്, അത് തന്നെ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ്, ലോർഡ് കോൺവാലിയസ് അഥവാ കോൺവാലിയസ് പ്രഭു. ദെൻ റൈറ്റ് വാരി സിസ്റ്റത്തെ കുറിച്ച് ഒരു ചോദ്യം ഞാൻ കണ്ടത്. റൈറ്റ് വാരി സിസ്റ്റംസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ, എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബംഗാൾ പ്രസിഡൻസി ആണോ, ബോംബെ പ്രസിഡൻസി ആണോ, സെൻട്രൽ പ്രൊവിൻസ് ആണോ, അതോ മദ്രാസ് പ്രസിഡൻസി ആണോ? റൈറ്റ് വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് മദ്രാസ് പ്രസിഡൻസി ആണ്. മനസ്സിലായില്ലേ? അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഏത് വർഷമാണ്, നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അണ്ടർ ദ മഹൽവാരി സിസ്റ്റം ടാക്സ് വാസ് കളക്ടഡ് ഫ്രം. മഹൽവാരി സിസ്റ്റം അനുസരിച്ച് ടാക്സ് കളക്ട് ചെയ്തില്ല ആരിൽ നിന്നാണ്? വില്ലേജ് ഓർ കമ്മ്യൂണിറ്റി, ഫാർമേഴ്സ് ഇൻഡിവിജ്വലി,
ഫാർമറുടെ കയ്യിൽ നിന്ന് വ്യക്തിപരമായിട്ടാണോ കളക്ട് ചെയ്തിരുന്നത്? ട്രേഡേഴ്സ്, കച്ചവടക്കാരുടെ കയ്യിൽ നിന്നാണോ? ജമീന്ദാർമാരുടെ കയ്യിൽ നിന്നാണോ? ഒരു ഗ്രാമത്തിൽ നിന്നാണ്. മഹൽവാരി, മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമം എന്നാണ് അർത്ഥം. അപ്പൊ ഗ്രാമങ്ങളിൽ നിന്നാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഹൗ ഡിഡ് ബ്രിട്ടീഷ് ട്രേഡ് പോളിസീസ് ലെഡ് ടു ദ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ? ഓൺവേർഡ്സിൽ എഴുതാവുന്നതാണ്. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ വെൽത്ത്, നമ്മുടെ സമ്പത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയത് അല്ലെ? എങ്ങനെയാണ് ട്രേഡ് വോളിയം ഇൻക്രീസ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ? ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കച്ചവടം വളരെ കൂടുതലായിരുന്നു. ഇന്ത്യ ഹാഡ് ലാർജ് എക്സ്പോർട്ടർ സർപ്ലസ്. ഇന്ത്യക്ക് നല്ല പോലെ ഈ സാധനങ്ങൾ കയറ്റുമതി ചെയ്ത് നല്ല ലാഭം കിട്ടി. എക്സ്പോർട്ട് സർപ്ലസ് ഡിഡ് നോട്ട് ബെനിഫിറ്റ് ടു ഇന്ത്യ. പക്ഷേ ഈ എക്സ്പോർട്ട് സർപ്ലസ്, അതായത് കയറ്റുമതി ചെയ്തിട്ടുള്ള ലാഭം ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഷോർട്ടേജ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. മാത്രമല്ല ഇതിന്റെ ഇന്ത്യയിൽ ഉപയോഗിക്കേണ്ട സാധനം കൂടെ നമ്മൾ വിദേശത്തോട്ട് കയറ്റുമതി ചെയ്യുന്നു. അപ്പൊ ഇന്ത്യൻ വിപണിയിൽ എന്താണ് അതിന്റെ ഷോർട്ടേജ് വരാൻ തുടങ്ങി. സർപ്ലസ് യൂസ്ഡ് ബ്രിട്ടീഷ് എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് വാർ. ഈ ലാഭം കിട്ടിയത്, ഇന്ത്യ എക്സ്പോർട്ട് ചെയ്തിട്ട് കിട്ടിയ ലാഭം മുഴുവൻ ബ്രിട്ടീഷുകാർ നികുതി എന്ന് പറഞ്ഞാൽ അത് അവർ കൊണ്ടുപോയി. പ്രത്യേകിച്ച് ബ്രിട്ടനിൽ ആ സമയത്ത് ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ നടന്നതിന്റെ ചെലവ് നികത്താൻ വേണ്ടിയിട്ട് അവർ ഇതും കൊണ്ടുപോയി. ഇതൊക്കെയായിരുന്നു അതിന്റെ കാരണങ്ങൾ. ഓൺവേർഡ്സിലാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. പിന്നെ എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് കൊളോണിയൽ റൂൾ. കൊളോണിയൽ റൂൾ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരണം തന്നെ. ഓൺ ദ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വ്യാവസായിക വളർച്ചയ്ക്കും ഈ കൊളോണിയൽ റൂള് എങ്ങനെയാണ് കാരണമായത്? ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് റെയിൽവേ, പോർട്ട്, പോസ്റ്റ്, ടെലഗ്രാഫ് ഡെവലപ്ഡ് മെയിൻലി ഫോർ ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. പോർട്ടുകളും റെയിൽവേ സ്റ്റേഷനുകളും ടെലഗ്രാഫ് ഓഫീസും ബാങ്കുകളൊക്കെ ഇവിടെ വന്നു. ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻഡ് ലീഡിങ് ടു അൺഎംപ്ലോയ്മെന്റ്. പക്ഷെ ഇന്ത്യയുടെ ചെറുകിട കച്ചവട മേഖലകൾ, കരകൗശല മേഖലകളൊക്കെ തകർന്നു അല്ലെ? ചീപ്പ് ബ്രിട്ടീഷ് മെഷീൻ മെയ്ഡ് ഗുഡ്സ് റീപ്ലേസ്ഡ് ലോക്കൽ പ്രൊഡക്ട്സ്. ഇന്ത്യ ബിക്കം ദ മാർക്കറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് ഗുഡ്സ്. ബ്രിട്ടനിൽ നിന്നും മെഷീൻ മെയ്ഡ് ചെയ്തു വരുന്ന വളരെ വില കുറഞ്ഞ സാധനങ്ങൾ അവർ റീപ്ലേസ് ചെയ്തു. മൺപാത്രങ്ങളെക്കാൾ വില കുറഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വരാൻ തുടങ്ങി. ഖാദി വെച്ചൊക്കെ ഉണ്ടാക്കിയത് ആഴ്ചകളോളം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഷർട്ടിനേക്കാൾ മെഷീൻ മെയ്ഡ് ഷർട്ടുകൾ അതിന്റെ പാതി വിലയ്ക്ക് ഇവിടെ എത്താൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യ ഒരു ബ്രിട്ടന്റെ മാർക്കറ്റായി മാറി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് അവിടെ വരുന്ന ഒരു സംഭവം. പിന്നെ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ഹൗ കൊളോണിയൽ ട്രേഡ് പോളിസീസ് അഫക്റ്റഡ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. അത് വളരെ സിമ്പിൾ ആണ്. Colonial policy adversely affected the structure, composition and volumes of India's trade. About half of the foreign trade was with the Britain. ഇന്ത്യയുടെ കച്ചവടങ്ങളിൽ പകുതിയും ബ്രിട്ടനുമായിട്ടായിരിക്കണം. ബ്രിട്ടൻ പറയുന്ന കാശിന് നമ്മൾ സാധനങ്ങൾ കൊടുക്കാൻ പാടും. ബാക്കി ബ്രിട്ടന്റെ കോളനികളായുള്ള ചൈന, സിലോൺ, പേർഷ്യ, ഇന്നത്തെ ഇറാൻ അവരുമായിട്ടൊക്കെ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് ചോദിക്കുന്ന ഇത് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. നോക്കിയാൽ ഇവിടെ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആണ്. അതായത് ജനസംഖ്യയുടെ 3 ഘട്ടങ്ങളാണ് ഇവിടെ. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് അഗ്രികൾച്ചർ, സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഇൻഡസ്ട്രിയലൈസേഷൻ വരും, തേർഡ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മൾ സർവീസ് സെക്ടർ ആയിട്ടുണ്ടാവും. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ജനസംഖ്യ വളരെ കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല. ജനസംഖ്യ വളർച്ചയും ജനസംഖ്യ മരണനിരക്കും ഒരേപോലെ ആയിരിക്കും. ചിലപ്പോൾ മരണനിരക്കായിരിക്കും കൂടുതൽ, പോഷകാഹാരങ്ങളൊക്കെ കുറവായിരിക്കും. സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്കും ജനസംഖ്യ കൂടാൻ തുടങ്ങും, ഫാക്ടറി വർക്കുകളൊക്കെ കൂടാൻ തുടങ്ങും, മെഡിസിൻ ഒക്കെ കൂടുതൽ കണ്ടെത്തിയിട്ടുണ്ടാവും. തേർഡ് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്കും ജനസംഖ്യ ഒരു അല്പം കൂടി അങ്ങനെ നിൽക്കും, സ്റ്റക്കായിട്ട് നിൽക്കും. പിന്നെ അങ്ങനെ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച് ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടൊരു ചോദ്യമാണ്. ഫ്രാങ്ക് നോസ്റ്റെയിൻ formulated the demographic transition theory. It explains the link between economic development and population growth. ഇത് സാമ്പത്തിക വളർച്ചയോടൊപ്പം തന്നെ മനുഷ്യന്മാരുടെ ജനസംഖ്യയിലുണ്ടാകുന്ന വളർച്ചയെക്കുറിച്ചും പറയുന്നു. കൺട്രീസ് പാസ് ത്രൂ ദ ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ ദിസ് പ്രോസസ്. എല്ലാ രാജ്യങ്ങളും ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകും എന്നാണ് പറയുന്നത്. പക്ഷെ അതല്ല ചോദ്യം ഇവിടെ അതിൻ്റെ താഴെ ചോദ്യങ്ങൾ തരും. Who formulated the theory of demographic transition? അതിൻ്റെ ഉത്തരം ഇപ്പം തന്നെ അറിയാലോ, ഫ്രാങ്ക് നോസ്റ്റെയിൻ എന്നാണ് അത് പേര്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ്? ഫസ്റ്റ് സ്റ്റേജിന്റെ പ്രത്യേകത ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന എഴുതാം, ഫസ്റ്റ് സ്റ്റേജിന്റെ പ്രത്യേകതകൾ എഴുതാം. Why does population's explosion occur in the second stage? എന്തുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത്? സെക്കൻഡ് സ്റ്റേജിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്? 3, what changes occur in the first stage to demographic transition? ഫസ്റ്റ് സ്റ്റേജിൽ ചേഞ്ചുകൾ എന്തൊക്കെയാണ്? ഒന്നാം ഘട്ടത്തിൽ ഉണ്ടാവുന്ന ഫസ്റ്റ് അല്ല, തേർഡ് സ്റ്റേജിൽ 3-ാം ഘട്ടത്തിലെ ചേഞ്ച് എന്തൊക്കെയാണ്? ഇതെല്ലാം ഞാൻ ഷോർട്ടാക്കി പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
ഫ്രാങ്ക് നെസ്റ്റീൻ എന്ന് പറയുന്ന ആളാണ്. രണ്ടാമത് പറയുന്നത് നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റേജിന്റെ പ്രത്യേകത അല്ലേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫസ്റ്റ് സ്റ്റേജിന്റെ പ്രത്യേകതയാണ് ഹൈ ബർത്ത് റേറ്റ്, ജനനനിരക്ക് വളരെ കൂടുതലായിരിക്കും. ലോ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വ്യവസ്ഥ വളരെ താഴെയായിരിക്കും. ലോ നാഷണൽ ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം, അതായത് ദേശീയ വരുമാനം ആയിക്കോട്ടെ വ്യക്തികളുടെ വരുമാനം ആയിക്കോട്ടെ ഇതൊക്കെ വളരെ താഴെയായിരിക്കും. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഒക്കർ ഇൻ ദ സെക്കൻഡ് സ്റ്റേജ്, ജനസംഖ്യാ വിസ്ഫോടനം ഒന്നാം ഘട്ടത്തിൽ എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. അതെന്താണത്, ഡെത്ത് റേറ്റ് ഡിക്ലൈൻ ബട്ട് ബർത്ത് റേറ്റ് ആർ റിമൈൻസ് ഹൈ. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫാക്ടറികളൊക്കെ വരും, അതിൽ മരുന്നുണ്ടാക്കുന്ന ഫാക്ടറികൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വിറ്റഴിക്കപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ബർത്ത് റേറ്റ് നല്ല രീതിയിൽ സംഭവിക്കും, പക്ഷെ ഡെത്ത് റേറ്റ് കുറയും. കാരണം ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്നാലും മരുന്നൊക്കെ കഴിച്ച് ആളുകൾ ഒക്കെ ആയിട്ടിരിക്കും അല്ലേ. പിന്നെ വരുമാനമൊക്കെ കിട്ടി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ജനസംഖ്യ കൂടും. മനസ്സിലായില്ലേ, മരണനിരക്ക് കുറയുന്നു, ജനനനിരക്ക് കൂടുന്നു, അപ്പോൾ അത് കൂടും. പിന്നെ തേർഡ് സ്റ്റേജിന്റെ പ്രത്യേകതയാണ് ബോത്ത് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് ഡിക്ലൈൻ, പോപ്പുലേഷൻ ഗ്രോത്ത് സ്ലോ ആൻഡ് ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ഇംപ്രൂവ്ഡ്. ഇവിടെ ബർത്ത് റേറ്റും കുറയും, ഡെത്ത് റേറ്റും കുറയും. ഇപ്പം നിങ്ങളൊക്കെ തേർഡ് സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ബർത്ത് റേറ്റുകൾ കുറയും അല്ലേ. നമ്മൾ വിവാഹം അല്ലെങ്കിൽ കുട്ടികൾ എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് എന്നൊക്കെ വ്യതിചലിച്ചു തുടങ്ങും. ദെൻ ആസ് വെൽ ആസ് ഇവിടെ ഡെത്ത് റേറ്റും കുറയും. അതാണ് ഈ തേർഡ് സ്റ്റേജിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ മൂന്ന് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജിന്റെ പ്രത്യേകതകൾ നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടാവണം. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റ്സ് ആണ് കേട്ടോ. ലിറ്ററസി റേറ്റ് എന്തോരം ഉണ്ടായിരുന്നു, അന്ന് 16%, ഇപ്പോൾ 72% എത്തി. ഫീമെയിൽ ലിറ്ററസി അന്ന് 7% ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 60% എത്തി. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി എന്ന് വെച്ചാൽ അന്ന് ഉണ്ടായിരുന്നില്ല, ഇന്ന് നമുക്ക് ഒരുപാട് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ എന്താ പറയുക, ഡിസീസ് സ്പ്രെഡ്, ഈ വൈഡ് സ്പ്രെഡ് ഡിസീസ് ഒക്കെ അന്ന് കൂടുതലാണ്. ഒരുപാട് ഈ അഞ്ചാം പനി അല്ലെങ്കിൽ സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ് ഒക്കെ, ഇന്നതൊക്കെ സാംക്രമിക രോഗങ്ങളെയൊക്കെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പിന്നെ ഹൈ മോർട്ടാലിറ്റി റേറ്റ്, ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒട്ടും തന്നെ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, അതൊക്കെ മാറ്റം വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ പറഞ്ഞാണ്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇന്ത്യൻ റെയിൽവേ, ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ റെയിൽവേ എന്ന് ആരംഭിച്ചു, 1980 ആരംഭിച്ചത്. അതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചോ മക്കളെ. ഓക്കെ ആണെങ്കിൽ അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, 3 ഡെമോഗ്രാഫിക്കിന്റെ 3 സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഇന്ത്യയുടെ ഫോറിൻ പോളിസി, ഇന്ത്യയുടെ ആദ്യത്തെ ജമീന്ദാറായിട്ട് വരിക, അതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നോക്കേണ്ടത് കേട്ടോ. ഇനി രണ്ടാമത് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇന്ത്യൻ എക്കോണമി 1950 to 1990. ഇന്ത്യൻ എക്കോണമി 1950 മുതൽ 1990 വരെ. ഇതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് വാട്ട് ആർ ദ റീസൺ ഫോർ ചൂസിങ് ഇന്ത്യസ് മിക്സഡ് എക്കോണമി. ലോകത്ത് 3 എക്കോണമി ഉണ്ട്. ഈ 3 എക്കോണമി നിങ്ങൾ പഠിക്കണം. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്താണെന്നും സോഷ്യലിസ്റ്റ് എക്കോണമി എന്താണെന്നും എസ്പെഷ്യലി മിക്സഡ് എക്കോണമി എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട് ചെറിയ ചോദ്യങ്ങൾ ഉറപ്പായിട്ട് വരികയും ചെയ്യും. പക്ഷേ മെയിനായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യ എന്തുകൊണ്ട് മിക്സഡ് എക്കോണമി എടുത്തു. അതിന് കാരണം സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് സോഷ്യലിസ്റ്റ് എക്കോണമിയോട് പലർക്കും താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ നെഗറ്റീവ് വശങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം, കുറച്ച് പ്രൈവറ്റൈസിങ്ങും കൂടെ ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല എന്ന് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള നേതാക്കന്മാർക്ക് തോന്നുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ എന്തെടുത്തത്, മിക്സഡ് എക്കോണമി എടുത്തത്. ഓക്കെ, അപ്പോൾ അതാണ് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത്. പിന്നെ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വെൻ വാസ് ദ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ്. എന്നാണ് നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത്? എല്ലാവർക്കും അറിയാലോ, 1950 ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ്. പ്ലാനിംഗ് കമ്മീഷനെ ബേസ് ചെയ്ത് ചോദ്യം വരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അവിടെ വരുന്ന ചോദ്യമാണ്, ഹു വാസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ആർക്കിടെക്ട് ആരാണ്? പ്രശാന്ത് ചന്ദ്ര മഹലോനബീസ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5-year പ്ലാൻസ് കേട്ടോ. അതിലെ ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. എക്സ്പ്ലനേഷൻ നോട്ട് നീഡഡ്, പക്ഷേ ഈ ഒരു സംഭവം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. 5-year പ്ലാൻ എന്നോ അല്ലെങ്കിൽ പ്ലാനിംഗ് എന്നോ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് എന്നോ ചോദിക്കും കേട്ടോ. 5-year പ്ലാനിൻ്റെ മാത്രമല്ല ഗോൾ, ഇത് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെയും ഗോളായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. പിന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായി വെയിറ്റ് ചെയ്യുന്ന ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ ഉറപ്പിച്ചോ മക്കളെ.
എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് നോക്കണം. അതേപോലെ തന്നെ ഗ്രീൻ റവല്യൂഷന്റെ ഇന്ത്യയിലെ ഫാദർ ആരാണ്? ഒരു സംശയം വേണ്ട, ഡോക്ടർ MS സ്വാമിനാഥൻ. ദെൻ ഗ്രീൻ റവല്യൂഷന്റെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻസോ ചോദിക്കും. നിങ്ങൾ ഈ ബെനിഫിറ്റ് ചോദിച്ചാൽ ബെനിഫിറ്റ് ഉണ്ട്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നൊരു ചോദ്യമുണ്ട്. ബട്ട് നിങ്ങൾ ഈ സംഭവം എഴുതിയാലും അത് ബെനിഫിറ്റിന്റെ ഗണത്തിലെ പെടുത്തുള്ളൂ. അപ്പൊ ഇത് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓർ ബെനിഫിറ്റ്സ് നിങ്ങൾ പഠിക്കാം ഗ്രീൻ റവല്യൂഷൻ്റെ ഉറപ്പായിട്ടും വരും. എന്താണ് ഗ്രീൻ റവല്യൂഷന്റെ ഏറ്റവും വലിയ? ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നു. മാർക്കറ്റ് ഫെസിലിറ്റീസ്, പിന്നെ ന്യൂ ടെക്നോളജി, പമ്പ് സെറ്റ്, ട്രാക്ടർ പോലുള്ള മോഡേൺ ഇംപ്ലിമെന്റ്സ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രെഡിറ്റ് ഫെസിലിറ്റി ടു ഫാർമേഴ്സ്, കർഷകർക്ക് വായ്പാ സൗകര്യങ്ങൾ. അതാണ് അതിന്റെ ബെനിഫിറ്റിലും പറയുന്നത് അതൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഡിഫെക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പോരായ്മ, ഡെഫിഷ്യൻസി നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് നോക്കിയിട്ടുണ്ടാവണം. അതിലൊന്നാമത് പറയുന്നതാണ് എന്താണ് ഇവിടെ HYV ക്രോപ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, പ്രോൺ ടു അറ്റാക്ക് ഫ്രം ദ ഇൻസെക്ട് ആൻഡ് പെസ്റ്റ്. ഇത് കൂടുതലും ഈ കീടങ്ങളുടെ ആക്രമണത്തിന് വിധേയമാകാറുണ്ട്. ഹൈ ഡോസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, പോയിസൺ ദ സോയിൽ. മാത്രമല്ല നമ്മൾ ധാരാളമായിട്ട് കീടനാശിനികളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പോയിസൺ വരുന്നതിന് ഒരു കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് കൂടുതൽ വീറ്റ് റവല്യൂഷൻ, അതായത് ഗോതമ്പിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അഗ്രികൾച്ചർ സബ്സിഡി, ഞാൻ 2 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് അത് കണ്ടത്. അപ്പൊ അഗ്രികൾച്ചർ സബ്സിഡി എന്താണെന്ന് ഒരിക്കലും ചോദിക്കില്ല. അഗ്രികൾച്ചർ സബ്സിഡി എന്ന് പറയുന്നത് ജസ്റ്റിഫൈഡ് ആണ്. ഇങ്ങനെ ഒരു സംഭവം തരും നിങ്ങളോട്, അതിന്റെ ഒരു 2 സപ്പോർട്ടിങ് ആർഗ്യുമെന്റും ഒരു 2 നെഗറ്റീവ് ആർഗ്യുമെന്റും പറയാൻ പറ്റും. സപ്പോർട്ടിങ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ആളുകളെ, പിന്നെ നമുക്ക് ഒരു 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 എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ പരീക്ഷിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടുന്നു, നമുക്കൊരു ബാക്കപ്പ് ഉണ്ടെന്നുള്ളൊരു ഗുണമുണ്ട്. ഇതിന്റെ നെഗറ്റീവ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും ഫെർട്ടിലൈസർ ട്രേഡേഴ്സിനാണ് ഗുണം ചെയ്യുന്നത്. പിന്നെ ഇത് ചില റിച്ച് ഫാർമർമാരിൽ മാത്രം ഈ സബ്സിഡി കോർണർ ചെയ്യപ്പെടുന്നു. അങ്ങനെയൊക്കെ ചില അപവാദങ്ങളും ഇതിനുണ്ട് കേട്ടോ മക്കളെ. അപ്പൊ അത് നിങ്ങളൊന്ന് പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ഉറപ്പിച്ചോളൂ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 ഉറപ്പായിട്ടും വരും എക്സാമിന് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതനുസരിച്ച് ഇന്ത്യയിലെ ഓരോ ഇൻഡസ്ട്രികളെയും എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ പഠിക്കണം. എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് അക്കോർഡിംഗ് ടു IPR 1956 അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ IPR 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ അനുസരിച്ച്. ഒന്ന്, കീ ഇൻഡസ്ട്രീസ്, ഒരു രാജ്യത്തിന്റെ പ്രധാന ഇൻഡസ്ട്രീസ് മുഴുവൻ ആർക്ക്? ഗവൺമെന്റിനായിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത് മേജർ ഇൻഡസ്ട്രികൾ കോ എക്സിസ്റ്റ് ചെയ്യുക, അതായത് പ്രൈവറ്റ് ഉണ്ടാവും ഗവൺമെന്റ് ഉണ്ടാവും. ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇതായിട്ടായിരിക്കണം പ്രൈവറ്റ് പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് മെയിൻ, പക്ഷേ എല്ലാവരെയും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സിപ്പിക്കാൻ പറ്റില്ല. ഇത്തിരി കാശുള്ളവർ വേണമെങ്കിൽ പ്രൈവറ്റിൽ പോകാം, അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പണിയാം. സ്കൂളുകൾ മെയിൻ ഗവൺമെന്റിന്റെയാണ്, പക്ഷെ എല്ലാ കുട്ടികൾക്കും ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പാവപ്പെട്ട കുട്ടികൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കട്ടെ. ഇനി ഇത്തിരി പണക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഗവൺമെന്റ് സ്കൂളിൽ ചിലപ്പോൾ സീറ്റ് കിട്ടിയെന്ന് വരില്ല, അപ്പോൾ അവർ പ്രൈവറ്റ് ആയിട്ട് പഠിക്കട്ടെ. അങ്ങനെ പ്രൈവറ്റ് സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ ഒക്കെ അങ്ങനെയാണ്. ഗവൺമെന്റും ഉണ്ടാവും പ്രൈവറ്റും ഉണ്ടാവും. ട്രാൻസ്പോർട്ടേഷനൊക്കെ അങ്ങനെയാണ്. പിന്നെയുണ്ട് വലിയ ആവശ്യമൊന്നുമില്ല, അത് ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത ഇൻഡസ്ട്രി. അപ്പോൾ ചെരുപ്പ് നിർമ്മാണം, കുട ഉണ്ടാക്കൽ, ബാഗ് ഉണ്ടാക്കൽ, ബ്രെഡ് ഉണ്ടാക്കൽ, ബിസ്ക്കറ്റ് ഉണ്ടാക്കൽ, അങ്ങനത്തെ ഒക്കെ പരിപാടികൾ പ്രൈവറ്റിനോട്. അതുകൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. മെയിൻ സാധനങ്ങളില്ലേ, പോർട്ട്, എയർപോർട്ട്, അല്ലെങ്കിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, വിമാന കമ്പനികൾ, കാർ കമ്പനികൾ, രാജ്യത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ പരിപാടികൾ, ഇതൊക്കെ ഗവൺമെന്റിൻ്റെ. അങ്ങനത്തെ ഒരു സ്ഥലം. പിന്നെ ടെലി കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ചാനൽ, ഇതൊക്കെ ഗവൺമെന്റിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് ഇനി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. നേരെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലോട്ട് വിട്ടോ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തത്? കാർവേ കമ്മിറ്റി. ഈ കാർവേ കമ്മിറ്റിയെ വിളിക്കുന്ന പേരാണ് വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി. അങ്ങനെയും വിളിക്കാറുണ്ട് കേട്ടോ, വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ. ഇത് തിരിച്ചും വരും. വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? പ്ലാനിംഗ് കമ്മിറ്റി ആണോ? ഇൻഡസ്ട്രിയൽ കമ്മിറ്റി ആണോ? ഫിനാൻസ് കമ്മിറ്റി ആണോ? കാർവേ കമ്മിറ്റി ആണോ? കാർവേ കമ്മിറ്റി. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കും, കാർവേ കമ്മിറ്റിയെ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ്? പിന്നെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ ഗുണങ്ങൾ, സിഗ്നിഫിക്കൻസ് ചോദിക്കാറുണ്ട്, ആസ് വെൽ ആസ് അതിൻ്റെ പോരായ്മകളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. അടുത്തത്, വാട്ട് ആർ ദ എഫക്ട് ഓഫ് ദ പോളിസീസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്? വ്യവസായ നയത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇന്ത്യയിൽ
പുതിയ വ്യവസായം കൊണ്ടുവന്നല്ലോ ഇൻഡസ്ട്രിയൽ പോളിസി 1956. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? ഒന്ന്, കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ GDP ഇൻക്രീസ്ഡ്. ഇന്ത്യയുടെ GDP കൂടാൻ തുടങ്ങി. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ള GDP അല്ല, അത് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടാൻ തുടങ്ങി. അത് 1950-51 ഒക്കെ ആയപ്പോഴത്തേക്കും മുമ്പുണ്ടായതിനേക്കാളും നല്ല രീതിയിൽ കൂടി. ഡ്യൂറിംഗ് ദ 1950-51 to 1990-91 the industrial sectors grow 6% per year. ഓരോ വർഷവും 6% വെച്ച് നമ്മുടെ വ്യവസായ മേഖല കൂടാൻ തുടങ്ങി. ഇൻഡസ്ട്രിയൽ സെക്ടർ ബിക്കം ഹൈ ഡൈവേഴ്സിറ്റി. നമ്മുടെ വ്യവസായ മേഖല വൈവിധ്യപൂരിതമായി. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഡെഫിഷ്യൻസി എന്താണ്? ഇതിന്റെ പോരായ്മ എന്താണ്? ഇതിന്റെ പോരായ്മ ദ സിസ്റ്റംസ് ഓഫ് ലൈസൻസ് ക്രിയേറ്റഡ്, ലൈസൻസ് പെർമിറ്റ് രാജ്. ലൈസൻസിങ് കൊണ്ടുവരും പല മേഖലയിലും. അപ്പൊ വ്യവസായത്തിലേക്ക് ആളുകൾക്ക് കടക്കാൻ തന്നെ പേടിയാണ്. ഒരു വ്യവസായം തുടങ്ങി എന്തോരം ലൈസൻസ്, അത് നൂലാമാലകൾ. പിന്നെ പബ്ലിക് സെക്ടർസ് മെയിൻ കേസസ് ഇൻകേർഡ് ദ ഹ്യൂജ് ലോസസ്. പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു, ഒക്കെ നഷ്ടത്തിൽ. KSRTC നഷ്ടത്തിൽ, KSEB നഷ്ടത്തിൽ, ബീവറേജസ് കോർപ്പറേഷൻ നഷ്ടം, എല്ലാം. റിസർവേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ ക്രിയേറ്റഡ് ദ പബ്ലിക് സെക്ടർ മൊണോപോളി. ചില മേഖലകളിൽ പബ്ലിക് സെക്ടർ മാത്രമല്ല അനുവദിക്കുള്ളൂ. അപ്പോൾ അവിടെ മൊണോപോളി വരാൻ തുടങ്ങി. അവർ പറയുന്നത് കേൾക്കാം. ഫോർ എക്സാമ്പിൾ KSEB. ഇപ്പൊ KSEB പ്രവർത്തിക്കുമ്പോൾ എന്താണ്, അവർ പറയുന്ന കാശിന് കറണ്ട് നമ്മൾ വാങ്ങിച്ചോണം. അത് കൂട്ടുക കുറയ്ക്കാൻ നമ്മൾ സമരം ചെയ്താൽ ചിലപ്പോൾ കുറയ്ക്കും, ചിലപ്പോൾ കുറയ്ക്കൂല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ. അതാണ് എൻ്റെ ഡെഫിഷ്യൻസി. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് KSEB ആണ്. കാരണം അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മൊണോപോളി. പിന്നെ ഈ പറയുന്ന ന്യൂ ഫുഡ് സ്റ്റെപ്സിൽ നീതി ആയോഗ്. നീതി ആയോഗിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തായാലും ഒരു ചോദ്യം വരും, ഉറപ്പാണ്. നീതി ആയോഗിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. നീതി ആയോഗ് റീപ്ലേസ്ഡ് ഫോർ. നീതി ആയോഗ് റീപ്ലേസ് ചെയ്തിട്ട് എന്തിനെ റീപ്ലേസ് ചെയ്ത്? നീതി ആയോഗ് ഫിനാൻസ് കമ്മീഷനെ ആണോ, പ്ലാനിംഗ് കമ്മീഷനെ ആണോ, ഇലക്ഷൻ കമ്മീഷനെ ആണോ, RBI ആണോ? ഈ ഫിനാൻസ് കമ്മീഷനും ഇലക്ഷൻ കമ്മീഷൻ RBIക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇല്ലാത്തത് പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടു 2017. പകരം നീതി ആയോഗ് വന്നു. ഇപ്പൊ നീതി ആയോഗാണ്. ഓക്കെ, നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ് കേട്ടോ. അതിന്റെ ഷോർട്ട് ഫോം ആണ് നീതി ആയോഗ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നൊരു ചോദ്യമാണ്, ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്? നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? സംശയമൊന്നും വേണ്ട, പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയാണ് അതിന്റെ ചെയർമാൻ. അതിന്റെ കൗൺസിലിൽ വരുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറി കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതേപോലെ തന്നെ എയിംസ് ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഒരു 2 ലക്ഷ്യങ്ങളെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചു വെക്കണം കേട്ടോ. ഒന്ന്, ടു ബ്രിങ് ഡൗൺ ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ. സേവന മേഖലകളിലും വ്യവസായ മേഖലകളിലും ഗവൺമെന്റിന്റെ പങ്കാളിത്തം കുറയ്ക്കുക. ഗവൺമെന്റിന് തിരിച്ചു വിളിക്കണം. എയർപോർട്ടുകളൊക്കെ വിൽക്ക്, തുറമുഖങ്ങളൊക്കെ വിൽക്ക്, നമ്മുടെ ടെലി കമ്മ്യൂണിക്കേഷൻ സെക്ടറൊക്കെ വിൽക്ക്. അതൊക്കെ വലിച്ച് പിന്നോട്ട് നമ്മൾ കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, നമ്മളൊക്കെ വിറ്റ് കഴിഞ്ഞു. ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ ബൈ പ്രാക്ടീസിങ് മിക്സഡ് ഫാമിംഗ്. നമ്മുടെ ഈ കാർഷിക മേഖലയെ മിശ്ര കൃഷിയിലൂടെ വളർത്തിയെടുക്കുക. യൂട്ടിലൈസ് ദ സർവീസ് ഓഫ് ദ ഡോമിനന്റ് മിഡിൽ ക്ലാസ് ഫോർ ദ സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്. ഇന്ത്യയുടെ സുസ്ഥിരമായ വികസനത്തിന് മധ്യവിഭാഗക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം കുടിക്കുന്നവരല്ല കേട്ടോ. മധ്യവിഭാഗം ചില ഹൈ ക്ലാസ് ഫാമിലീസ് ഒക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ലോ ക്ലാസ് ഫാമിലിയുള്ള ആൾക്കാർക്ക് ജോലിക്ക് പോകുന്നുണ്ട്. മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ട്, അവരുടെ കയ്യിൽ സ്വത്തുക്കളൊക്കെ ഉണ്ട്. പക്ഷെ ആ സ്വത്തുക്കളൊക്കെ ബാങ്കിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ എവിടെയും ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് സുഖമായിട്ട് ഇരിക്കണം. അവരെ ഇറക്കണം, അവരെ ബിസിനസ്സിലോട്ട് ഇറക്കണം, എന്നാലേ രാജ്യം പുരോഗമിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. അതൊക്കെയാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം കേട്ടോ. ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട ഏറ്റവും വലിയ ചാപ്റ്ററായ എക്കണോമിക് റീഫോംസ്. ഈ ചാപ്റ്ററിലോട്ട് കടക്കുമ്പോൾ പല പിള്ളേർക്കും ഒരുപാട് ഡൗട്ടാണ്. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ നിന്നും കോർണർ ചെയ്താണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾ ആ കോർണർ ചെയ്ത് ചോദ്യങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പുതിയതൊന്നും വരാൻ സാധ്യതയില്ല കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഷോർട്ട് കമ്മിങ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. 4 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് കൂടുതൽ ഇത് വരാറുള്ളത്. ഓക്കെ, പ്രിവെൻഷൻ ഓഫ് ലാർജ് ഇൻവെസ്റ്റ്. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, സാറേ എസ് എ വരുന്ന ഏതാണ്? എസ് എ വരുന്ന പറഞ്ഞിട്ടുണ്ടാവില്ല, 4ാമത്തെ ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ പോവർട്ടി എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ഒരു എസ് എ വരുന്നത്. പിന്നെ ഒരു എസ് എ IPR 1956 ആണ്, വലിയ മാർക്കിന് വരുന്ന ഒരു എസ് എ IPR 1956 ആണ്. പിന്നെ ഒരു എസ് എ വരുന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ്, അത് ഞാൻ പറയാം. പിന്നെ ഒരെണ്ണം 6ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. പക്ഷേ എസ് എ വന്നു കഴിഞ്ഞാൽ മീൻ മീഡിയൻ മോഡ് അതിനായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കേട്ടോ. മുഴുവൻ മാർക്കും കൈ കിട്ടാവുന്ന സാധനമാണ്, അത് വിട്ടുകളയും കേട്ടോ. പിന്നെ ഒരു കാര്യം, നാളെ രാവിലെ സ്റ്റാറ്റിയുടെ ക്ലാസ് ഉണ്ട്, മറക്കരുത്, എല്ലാവരും ജോയിൻ ചെയ്തോണം. ഇനിയും നമുക്ക് 1-2 ചാപ്റ്റർ കൂടെ പറയാനുണ്ട് സ്റ്റാറ്റിയിൽ കേട്ടോ. രജീഷ് സാറിന്റെ ക്ലാസ് ആയിരിക്കും, നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം എല്ലാവരും കേട്ടോ. ദെൻ ഷോർട്ട് കമ്മിങ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി ആണ് 1991 ഉണ്ടായ ഇന്ത്യൻ എക്കോണമിയുടെ ഷോർട്ട് കമ്മിങ്സ് എന്നുള്ളത് എന്തൊക്കെയാണ്? എന്തൊക്കെ ഇതാണ് നമുക്ക് ഉണ്ടായിരുന്നു? നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, പ്രൈവറ്റ് സെക്ടറിൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെ ലാർജ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റൂലായിരുന്നു, ഭയങ്കര ഹൈ ലെവൽ ഓഫ് ടാക്സ് ആയിരുന്നു അല്ലേ.
ഇമ്പോർട്ട് ഡ്യൂട്ടി വളരെ കൂടുതലായിരുന്നു. പബ്ലിക് സെക്ടർ പെർഫോമൻസ് വളരെ വളരെ ദാരുണമായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഷോർട്ട് കമ്മിങ്സ്. പിന്നെ നമുക്ക് MRTP എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. എന്താണ് MRTP? MRTPയുടെ ഫുൾ ഫോം എന്താണ് അറിഞ്ഞൂടെ? മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്. അതാണ് MRTPയുടെ ഫുൾ ഫോം. അപ്പൊ അതൊന്ന് നോക്കി വെച്ചേക്കണം. ഫെറയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെറ എന്താണ്? ഫെറ ഫോറിൻ എക്സ്ചേഞ്ച് ആണോ? എന്താണ്? ഒരാളൊന്ന് പറഞ്ഞേ, നമുക്ക് ഒരാളോടൊന്ന് ചോദിച്ചു നോക്കാം. നേരിട്ട് നമ്മൾ ഒരാളോടും മിണ്ടിയിട്ടില്ല അല്ലേ? ഓക്കെ. ഹായ് മോനെ, പറഞ്ഞോടാ. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് കേട്ടോ, അതാണ് ഫെറ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചേക്കാം ഫെറയുടെ പ്രത്യേകത. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ പ്രത്യേകത എന്താണ്? MRTP അങ്ങനെ തന്നെ മോണോപോളിയെ റെസ്ട്രിക്ട് ചെയ്യുക, ഇത് ഫോറിൻ എക്സ്ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യുക. അപ്പോൾ ഫോറിൻ വിദേശ വിനിമയം റെഗുലേറ്റ് ചെയ്യാനും മോണോപോളിയെ എന്റർടൈൻ ചെയ്യിക്കാതിരിക്കുക എന്നുള്ളത് ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്ത് രാജ്യത്തിന്റെ വളർച്ച? ഇത് രണ്ടും വേണ്ടേ? മൊണോപോളി അല്ലെങ്കിൽ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ വേണ്ടേ നമ്മുടെ രാജ്യത്ത്? മൊണോപോളി വേണ്ട. മൊണോപോളി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ മൊണോപോളി ഗവൺമെന്റ് ആണ്, അത് വേണ്ട. അല്ലാതെ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ വേണമല്ലോ. അപ്പൊ അത് പിന്നെ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വയ്ക്കും. ഇന്ത്യ ഫേസ്ഡ് സെവറൽ എക്കണോമിക് ക്രൈസിസ് ഇൻ ദ early 90s due to the rising of petroleum price and falling the foreign exchange reserve. The country was the verge to diffuse to the international commitment. Credit rating agencies downgrade India's credit rating. അപ്പോൾ ഇന്ത്യയുടെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും. പക്ഷേ ചോദ്യം ഇതാണ്, വാട്ട് കോസസ് എക്കണോമിക് ക്രൈസിസ് ഇൻ 1991? ഇന്ത്യയിലെ 1991 എക്കണോമിക് ക്രൈസിസിനുള്ള കാരണം വാട്ട് വാസ് ദ കണ്ടീഷൻസ് ഓഫ് ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്? ഇതൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ടിൻ്റെ ആൻസറുകൾ കേട്ടോ. പിന്നെ വിച്ച് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെൽപ്ഡ് ഇന്ത്യനെ അത് ഇതിനകത്തില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. വാട്ട് കണ്ടീഷൻസ് വാസ് ഇമ്പോസ്ഡ് ഓൺ ഇന്ത്യാസ് ഫോർ ഗെറ്റിംഗ് ലോൺ? ഇന്ത്യ ലോൺ എടുക്കാൻ നേരത്തെ എന്താണ് പറഞ്ഞത്? എല്ലാം ഞാൻ ഷോർട്ടായിട്ട് പറയാം. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് കാരണം ഓയിൽ പ്രൈസ് ആണ്, എണ്ണ വില കൂടി. ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ വില, പെട്രോളിയം പ്രൈസ് കൂടി അല്ലേ? ലോ ഫോറിൻ എക്സ്ചേഞ്ച്, നമുക്ക് വിദേശ വിനിമയത്തിനോട് നമുക്ക് പിടിച്ചിക്കാൻ പറ്റാണ്ടായി. മനസ്സിലായില്ലേ? വെരി ലോ റിസർവ്, ഇന്ത്യക്ക് വിദേശ നാണ്യങ്ങൾ ഇല്ലാണ്ടായി. കയ്യിൽ ഡോളറോ യൂറോ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാണ്ടായി, പൗണ്ടൊന്നും ഇല്ലാണ്ടായി. കോടിക്കണക്കിന് സ്വർണം കൊണ്ടുപോയി വിദേശത്ത് പണയം വെക്കേണ്ടി വന്നു. ലാസ്റ്റ് നമ്മൾ IMFനെയും വേൾഡ് ബാങ്കിനെയും സമീപിച്ചു. അവരെയാണ് നമ്മൾ ഫണ്ടിന് വേണ്ടി സമീപിച്ചത്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, റീഫോംസ് കണ്ടീഷൻസ് ഇമ്പോസ്ഡ്. ഇന്ത്യയിൽ എക്കണോമിക് റീഫോംസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്ത 2 എക്കണോമിക് റീഫോംസ് ആണ് സ്റ്റെബിലൈസേഷൻ മെഷറും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമും. ഇന്ത്യയുടെ എല്ലാ വെന്റും വിദേശ വിനിമയത്തിന് തുറന്നു കൊടുക്കണം. ഇന്ത്യൻ എക്കണോമിയെ പ്രൈവറ്റൈസ് ചെയ്യണം. ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരണം. അതൊക്കെ ഇന്ത്യ അനുസരിച്ചു. അതാണ് ഇവിടെ വന്ന മാറ്റങ്ങളെന്ന് പറയുന്നു. ഇനി ഇവിടെ ഇതാണ് നിങ്ങളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം. ഇവിടെ നിന്നാണ് സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ലിബറലൈസേഷൻ ഏതെല്ലാം മേഖലകളിലാണ് ഇന്ത്യയിൽ റീഫോം? ഇൻഡസ്ട്രിയൽ, ഫിനാൻഷ്യൽ, ടാക്സ്, ഫോറിൻ എക്സ്ചേഞ്ച്, ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, ഈ മേഖലകളിലാണ് കൊണ്ടുവന്നത്. ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ഡി ലൈസൻസിങ്, ഡി റിസർവേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സ്മോൾ സ്കെയിൽ സെക്ടർ, അമെൻമെന്റ് ഓഫ് MRTP ആൻഡ് ഫെറ. ഇതിന്റെ ഹെഡിങ് ആണ് ഈ പറഞ്ഞത്. ഇതിന് ഓരോന്നിനും എക്സ്പ്ലനേഷൻ ഉണ്ട്. ഡി ലൈസൻസിങ് എന്താണ്, ഡി റിസർവേഷൻ എന്താണ്, ഡി റിസർവേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ സെക്ടർ എന്താണ്. നിങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഹെഡിങ് പഠിച്ചു വയ്ക്കൂ. എക്സ്പ്ലനേഷൻ ഓൺ വേർഡ്സ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല. ഓൺ വേർഡ്സ് ആണെന്ന് തോന്നിയൊന്നും എഴുതി വയ്ക്കരുത്, കണ്ട സിനിമ ഒന്നും എഴുതി വെക്കാൻ പാടില്ല. പക്ഷെ എന്നാലും നിങ്ങൾ അവിടെ ഇതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ അമെൻമെന്റ് ഓഫ് MRTP ആൻഡ് ഫെറ. ഫിനാൻഷ്യൽ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? ബാങ്കിങ് ബ്രാഞ്ച് ലൈസൻസിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം കൊണ്ടുവന്നു. ന്യൂ ജെൻ ബാങ്കുകളൊക്കെ അലൗ ചെയ്തു കേട്ടോ. പിന്നെ ടാക്സ് റീഫോംസ്, LPG എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ പേഴ്സണൽ ഇൻകം ടാക്സ് കുറച്ചു, കോർപ്പറേറ്റ് ഇത് കുറച്ചു, എക്സൈസ് ഡ്യൂട്ടി കുറച്ചു, കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു, GST കൊണ്ടുവന്നു. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ചിൽ വന്ന മാറ്റം, ഫോറിൻ എക്സ്ചേഞ്ച് ഒന്നും കാര്യമായിട്ടൊന്നും വരാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ പറയുന്ന ട്രേഡ് പോളിസിയിൽ ഇമ്പോർട്ട് കോട്ട റിമൂവ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസിയുടെ എയിംസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കംപ്ലീറ്റ് PSU, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യുക, വിറ്റുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്സോഴ്സിങ് എന്താണെന്നുള്ളത് നോക്കണം. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് എന്താണ്? സോഴ്സിങ് ഫ്രം ദ ഔട്ട്സൈഡ് അല്ലേ? നമ്മൾ എന്താ പറയുക, മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ്
ഔട്ട്സോഴ്സിങ്. ഇപ്പം ഇന്ത്യ IT മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഏറ്റവും കൂടുതൽ IT വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയ്ക്കാണ്. ദാറ്റ് ഈസ് കോൾഡ് ഔട്ട്സോഴ്സിങ്. പിന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് നമ്മളൊരു വർഷം 3040 കോടി വരെ വിറ്റഴിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അതിൽ കൂടുതൽ 2500 കോടി വരെ വിറ്റഴിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് വർഷം തന്നെ നമ്മൾ 3040 കോടിയുടെ വിറ്റഴിച്ചു. ഈ അവസാന 2016-2017 56,500 കോടിയുടെ ആസ്തിയാണ് നമ്മൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് വിറ്റ് ഒരുവിധം തീർന്നു. ഇനി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ നേരെ 6ാമത്തെ ചാപ്റ്ററിലേക്ക് വരിക, റൂറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ഡെവലപ്മെൻറ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നബാർഡ്, അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, SHG ഇൻക്ലൂഡിങ് കുടുംബശ്രീ. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അഗ്രികൾച്ചർ മാർക്കറ്റ് സിസ്റ്റം, അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. അഗ്രികൾച്ചർ മാർക്കറ്റ് സിസ്റ്റം എന്താണ്? അഗ്രികൾച്ചർ മാർക്കറ്റ് സിസ്റ്റം എന്ന് എല്ലാവർക്കും അറിയാലോ. അതിൽ തന്നെ അഗ്രികൾച്ചർ മാർക്കറ്റ് സിസ്റ്റത്തിൽ നമ്മൾ നേരിടുന്ന പ്രോബ്ലംസ് എന്താണ് അല്ലേ? നമുക്ക് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് പ്രൈസ് ഫോളിങ് സംഭവിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഗവൺമെൻറ്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു റെഗുലേറ്റഡ് മാർക്കറ്റ് കൊണ്ടുവരാം, മിൽമ അല്ലെങ്കിൽ ഇതൊക്കെ പോലെ കോർപ്പറേറ്റീവ് മാർക്കറ്റ് സിസ്റ്റം കൊണ്ടുവരാം അല്ലേ? അമൂലൊക്കെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. പിന്നെ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കാം പച്ചക്കറികൾക്കൊക്കെ. അപ്പോൾ കർഷകർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ ഓരോ കോഓപ്പറേറ്റീവ് മാർക്കറ്റ് സിസ്റ്റം എല്ലാവരും കൂടെ ഒരുമിച്ച് സഹകരണ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അപ്നി മണ്ഡി, ഹഡാസ്പർ മണ്ഡി, റായ്തു ബസാർ, ഉഴവർ സന്ദൈ, ഇത് യഥാക്രമം പഞ്ചാബ്, പൂനെ, തെലുങ്കാന, തമിഴ്നാട് മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഈ വിവിധ തരം കൃഷികൾ, അതിൽ ആനിമൽ ഹസ്ബൻഡറി ബെനിഫിറ്റ്സ്, അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഫ്ലഡ് ഒരു മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്പറേഷൻ ഫ്ലഡ് ആനിമൽ ഹസ്ബൻഡറിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഫിഷറീസ്, അതേപോലെ തന്നെ ഫിഷർമാൻ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഈ സാധനമാണ്. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് പലപ്പോഴും വരാം. ഗ്രീൻ റെവല്യൂഷൻ എന്താണ്, വൈറ്റ് റെവല്യൂഷൻ എന്താണ്, ഗോൾഡൻ റെവല്യൂഷൻ എന്താണ്, സിൽവർ റെവല്യൂഷൻ ഇതിനെ കുറിച്ച് ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരും. കോഓപ്പറേറ്റീവ് മാർക്കറ്റ് സിസ്റ്റം അങ്ങനെ വരാറുണ്ട്, മാച്ച് ദ ഫോളോയിങ് കേട്ടോ. പിന്നെ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റ്സും ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ലിമിറ്റേഷനും നിങ്ങൾ പഠിക്കുക. പിന്നെ ലാസ്റ്റ് ഗവൺമെൻറ് ഇനീഷ്യൽ പ്ലാനുകൾ, ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ്, റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി, ഇതൊക്കെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് നോക്കാം. ഇനി എനിക്കിവിടെ പറയാനുള്ളത് ലാസ്റ്റ് ചാപ്റ്ററാണ്, എൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മക്കളെ ഇങ്ങനെ ഒരു ടേബിൾ ഉറപ്പാണ്. എന്നിട്ട് ആ ടേബിൾ നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും? വിശദീകരിക്കാൻ പറയും. സിമ്പിളായിട്ട് വിശദീകരിക്കാൻ പറ്റൂലേ? ആ ടേബിൾ ജസ്റ്റ് വായിക്കുക, എന്നിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഈ കിടക്കുന്നത്, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതേപോലെ ആ ടേബിൾ നോക്കുക, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റീസൺ ഫോർ ലോവർ വർക്ക് പാർട്ടിസിപ്പേഷൻ ഫോർ വുമൺ. സ്ത്രീകളുടെ വർക്ക് പാർട്ടിസിപ്പേഷൻ എന്തുകൊണ്ട് കുറയുന്നു? ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റുമെന്ന് കൈവീശി കാണിച്ചേ. ഓൺ വേർഡ്സിൽ സിമ്പിൾ കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ അകത്ത് ഒരു ഇൻഡയറക്റ്റ് ചോദ്യം വരുന്നുണ്ടെങ്കിൽ, സെൽഫ് എംപ്ലോയിഡ്, കാഷ്വൽ വേജ് എംപ്ലോയിഡ്, റെഗുലർ സാലറിഡ് എംപ്ലോയിഡ്, ഇവരുടെ എക്സാമ്പിൾ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആരാണ് സെൽഫ് എംപ്ലോയിഡ്, ആരാണ് അറിയുമെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. സെൽഫ് എംപ്ലോയിഡ്, റെഗുലർ സാലറിഡ് ഒക്കെ. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ഇരിക്കുള്ളൂ. രാഹുൽ ഈസ് എ ഷോപ്പ് കീപ്പർ who runs his own grocery stores and earn his livelihood independently. What types of employment is Rahul engaged in? രാഹുൽ ഏതിലാണ്? ഷോപ്പ് കീപ്പർ അല്ലേ, സെൽഫ് എംപ്ലോയിഡ്. മനസ്സിലായില്ലേ? പിന്നെ ഇതിനകത്ത് ജോബ്ലെസ് ഗ്രോത്ത് എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നമ്മുടെ രാജ്യം പുരോഗമിക്കുന്നു, നമ്മുടെ GDP വളരെയധികം മെച്ചപ്പെടുന്നു, പക്ഷെ എന്നിട്ടും നമുക്ക് ജോലി കിട്ടുന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് ജോബ്ലെസ് ഗ്രോത്ത്. രാജ്യത്തിന്റെ GDPക്ക് ഒരു കുറവില്ല. രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അമേരിക്ക, ചൈനയുടെ ഒക്കെ കൂടെ വേണമെങ്കിൽ പറയാവുന്ന ഒരു പേരാണ് ഇന്ത്യ. അത്രത്തോളം നമ്മൾ വളർന്നു, പക്ഷേ നമുക്ക് ഇതില്ല, ജോലിയില്ല. അതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇറ്റ്സ് കോൾഡ് ജോബ്ലെസ് ഗ്രോത്ത്. അതിന് ഒരുപാട് ഫാക്ടറുകൾ ഉണ്ട് കേട്ടോ. സാമൂഹ്യ, സാമ്പത്തിക, സാങ്കേതികമായിട്ടുള്ള ഒരുപാട് ഫാക്ടറുകൾ അതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ ഗവൺമെന്റിനെ മാത്രമാണ്, ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞാൽ ഗവൺമെന്റ് അതിനുള്ള വഴി ഒരുക്കണം. അതാണ് ഗവൺമെന്റ് ചെയ്യാത്തത്. അതാണ് നമ്മൾ ഗവൺമെന്റിനുള്ള ദേഷ്യം കേട്ടോ. ദെൻ പിന്നെ ഇതിൻ്റെ അകത്ത് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഇവിടെയും നിങ്ങൾ എക്സാമ്പിളാണ് പഠിക്കേണ്ടത്. എന്താണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്? ജോലി ചെയ്യാൻ സന്നദ്ധനാണ്, പക്ഷെ ജോലി കിട്ടുന്നില്ല. അതിനുള്ള വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ട്, പക്ഷെ ജോലി കിട്ടുന്നില്ല. എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞ പോലെ ജോലി ഉണ്ട്, പക്ഷേ ആ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജോലിയും കൂടെ നമ്മൾ ചെയ്യുന്ന പോലെയാണ്. അത് 10 പേരെ ജോലിക്ക് ആവശ്യമുള്ളിടത്ത് അവിടെ 20 പേര് വന്ന് ജോലി ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്ന പരിപാടി, മനസ്സിലായില്ലേ?
10 പേരെ ജോലി 20 പേര് കയറി നിൽക്കുക. അതിനകത്ത് ഒരു 10 പേര് ആ ജോലിയിൽ നിന്ന് നിർത്തിപ്പോയാലും അവിടുത്തെ വർക്കിന് ഒരു കുഴപ്പമുണ്ടാവില്ല. മറ്റേ 10 പേരെ കൊണ്ട് അടിപൊളിയായിട്ട് ചെയ്യിക്കാൻ പറ്റും. അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. സീസണൽ അൺഎംപ്ലോയ്മെന്റ് ആ പേരിൽ തന്നെ ഉണ്ട്. നമുക്ക് മഴക്കാല ടൂറിസ്റ്റുകൾ വരുന്നൊരു സീസൺ ഉണ്ട്, ആ സമയത്ത് ജോലിയുണ്ട്. ടൂറിസ്റ്റുകൾ പോയി കഴിഞ്ഞപ്പോൾ ആ ജോലിയില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഇപ്പം ഈ സമ്മറിൽ ഒരുപാട് ജോലികളുണ്ട്. ശ്രദ്ധിച്ചണ്ട, നീന്തൽ പ്രാക്ടീസിങ്, കരാട്ടെ, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യലൊക്കെ ഈ സമയത്ത് കൂടുതലായിരിക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിന് 2 മാസം കഴിയുമ്പോൾ അത് കഴിഞ്ഞു. മനസ്സിലായി? ഇപ്പം നിങ്ങൾ വീഗാലാൻഡിലും നാഗാലാൻഡിലൊക്കെ പോകണം, നിറച്ച് പിള്ളേരും ഒക്കെ പോകുന്നുണ്ട് അല്ലേ? സമ്മർ വെക്കേഷനാണ്. പിന്നെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് വെരി സിമ്പിൾ. പുതിയ ടെക്നോളജി വരുമ്പോൾ ആ ടെക്നോളജി വെച്ച് നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണ്, നിങ്ങൾ ബുക്കിൽ എഴുതിയാണ് അക്കൗണ്ടിങ് ചെയ്യാറ്. പക്ഷേ ഒരു കമ്പനി ചെന്നപ്പോൾ കമ്പ്യൂട്ടറിൽ ചെയ്യണം, ടാലിയസ് ആപ്പൊക്കെ വെച്ച് ചെയ്യണം. അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ ജോലി പോയി. ദാറ്റ് ഈസ് കോൾഡ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. പിടിയിട്ടേക്കൊന്ന് കൈവച്ച് കാണിച്ച്. ഇവിടെയും എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: രവി ആൻഡ് ഹിസ് 4 ഫാമിലി മെമ്പേഴ്സ് ആർ വർക്കിംഗ് ഓൺ എ സ്മോൾ പീസ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്. ഈവൻ ഇഫ് 2 ഓഫ് ദം സ്റ്റോപ്പ് വർക്ക്, the total production does not decrease. What types of unemployment is seen in this situation? മനസ്സിലായെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച്. രവിയും അയാളുടെ 4 കുടുംബക്കാരും കൂടെ ഒരു ചെറിയൊരു കൃഷിഭൂമിയിലാണ് ജോലി ചെയ്യുന്നത്. ഈ സമയത്ത് ഇതിനകത്ത് 2 പേര്, 2 of them സ്റ്റോപ്പ് വർക്കിംഗ്, ഇതിനകത്ത് 2 പേര് ജോലി തൽക്കാലം നിർത്തി പോകുമെന്ന് വിചാരിക്കാം. എങ്കിൽ പോലും ദ ടോട്ടൽ പ്രൊഡക്ഷൻസ് ഡസ് നോട്ട് ഡിക്രീസ്. ഇവിടെ ഉൽപാദനക്ഷമതയിൽ യാതൊരു കുറവും സംഭവിക്കുന്നില്ല. വാട്ട് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഈസ് സീൻ ഇൻ ദിസ്? ഇവിടെ കാണപ്പെടുന്ന തൊഴിലില്ലായ്മ എന്താണ്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് കേട്ടോ. അപ്പൊ അത് നോക്കാം. ലാസ്റ്റ് വൺ ഇതും കൂടെയാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത്. ഗവൺമെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ. ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഇത് കഴിയാണ്. അൺഎംപ്ലോയ്മെന്റിൽ ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അൺഎംപ്ലോയ്മെന്റ് പുഷസ് പീപ്പിൾ ഇൻ ടു പോവർട്ടി. തൊഴിലില്ലായ്മ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സംശയമില്ല. The government of India has been initiating measures to solve the unemployment problem. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റ് ചെയ്യണം ഇത് സോൾവ് ചെയ്യാൻ, ഈ അൺഎംപ്ലോയ്മെന്റ് സോൾവ് ചെയ്യാൻ. അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. എ മേജർ ഇനീഷ്യേറ്റീവ്സ് ഈസ് ദ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അതിന് പറയാവുന്ന ഒരു സംഭവമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടി ഉണ്ട്. ഒരെണ്ണം കൂടെ വേണമെങ്കിൽ എഴുതാം. ദ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഈസ് ഡെവലപ്ഡ് കൺട്രീസ് ഈസ് ലോ. വികസിത രാജ്യങ്ങളിൽ ഇത് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കൂടാതെ നമ്മുടെ പൂജ മിസ് പറഞ്ഞ തിയറി സെക്ഷൻസ് നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? നോക്കിയിട്ടുണ്ടാവണം. ഇന്ത്യ ആൻഡ് ഹെർ നെയ്ബർ കൺട്രീസ്, അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പോവർട്ടി എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് എസ് എ ക്വസ്റ്റ്യൻ വരിക എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ 6ാമത്തെ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് 5 മാർക്കുള്ള ചോദ്യങ്ങളാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ തന്നെയാണ്. നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിൽ നിന്നും അങ്ങനെ തന്നെ ചെറിയ മാർക്കാണ്. പക്ഷേ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നും 3ാമത്തെ ചാപ്റ്ററിൽ നിന്നുമാണ് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോവർട്ടി എന്നുള്ള ചാപ്റ്ററിൽ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നും 5ാമത്തെ ചാപ്റ്ററിൽ നിന്നൊക്കെ ഒരു 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ 1ാമത്തെ ചാപ്റ്ററിൽ നിന്നും 2ാമത്തെ ചാപ്റ്ററിൽ നിന്നും 6ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. 7ാമത്തെ ചാപ്റ്ററിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും തിയറിയിൽ നിന്നും ഒരേ ലെവലിലായിരിക്കും ചോദിക്കുക. 80 മാർക്കിൻ്റെ പേപ്പറാണ്. 40 മാർക്കിനുള്ള സ്റ്റാറ്റിയും വരും, 40 മാർക്കിനുള്ള തിയറിയും വരും. നിങ്ങളെ രക്ഷിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാൽക്കുലേറ്ററും മറ്റു കാര്യങ്ങളൊന്നും എടുക്കാൻ നാളെ മറക്കരുത്. എന്നിട്ട് അപ്പുറത്തിരിക്കുന്നവരെ വേഗം വാങ്ങിച്ച് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യരുത്. പിന്നെ പേന കാര്യങ്ങളൊക്കെ പൂജിച്ചതൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അതിന് മുമ്പ് തെളിയുമോ എന്നുള്ളൊരു കാര്യം ഒന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവണം. പിന്നെ കൂൾ ഓഫ് ടൈമിൽ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ വായിച്ചാൽ അത് തന്നെ നോക്കിയിരിക്കരുത്. എനിക്ക് തോന്നുന്നു ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ 1 വേർഡ് ആയിരിക്കും. ഈ 1 വേർഡിൽ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ നിൽക്കും. അയ്യോ ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അടുത്തേക്ക് പോകാം. എന്തിന്? അടുത്ത വലിയ 5 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഒക്കെ അവിടെ കിടക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് പോവുക. ഇത് ലാസ്റ്റ് ആയാലും എഴുതുക. പിന്നെ ചില പിള്ളേർ ഫസ്റ്റ് സ്ഥലം വിട്ടുവയ്ക്കും. അതെന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഉത്തരം കിട്ടുമ്പോൾ എഴുതാം. വേണ്ട, ആദ്യം അങ്ങോട്ട് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് പേജിലും എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മറ്റേത് സ്ഥലമൊന്നും വിട്ടുവെക്കേണ്ട പരിപാടിയൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ അതൊക്കെ എന്ത് ചെയ്യുക? എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ സമയം വളരെ പരിമിതമാണ്. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? പഠിക്കുക. ഓവർ സ്ട്രെയിൻ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഒരുപാട് ഉറക്കൊഴിച്ചൊക്കെ ഇരുന്ന് പഠിച്ചതിൻ്റെ ലാസ്റ്റ് എക്സാം ഹോളിൽ ഇരുന്ന് ഉറങ്ങും. ഇവിടെ നിന്ന് ഇരുന്ന് എല്ലാം പഠിച്ച് സെറ്റായിട്ട് പോകും. പക്ഷെ അവിടെ പോയിട്ട് ഇരുന്ന് ഉറങ്ങും. എഴുതാൻ പറ്റില്ല. പിന്നെ വല്ല കാര്യമുണ്ട്. അപ്പോൾ ഓവർ സ്ട്രെയിൻ ഒന്നും ചെയ്യണ്ട. പിന്നെ അമിതമായിട്ട് ഫുഡും കഴിച്ച് ഭയങ്കരമായിട്ടൊക്കെ കുത്തി നിറച്ചും കഴിക്കുക. നിങ്ങൾ സാധാരണ പോലെ എങ്ങനെയാണോ അങ്ങനത്തെ ചെയ്താൽ മതി. ഓവർ സ്ട്രെസ് അടിക്കാൻ വേണ്ട കേട്ടോ. പേടിക്കാനൊന്നുമില്ല. എക്കണോമിക്സ് പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ. പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ നമുക്കിപ്പോൾ ഇത്തിരി മാർക്ക് കുറഞ്ഞാൽ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. മാർക്കൊന്നും കുറയില്ല. വിനേഴ്സിലെ കുട്ടികൾക്ക് ഒരിക്കലും കുറയില്ല. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. 10 മാർക്കിൻ്റെ എക്സാമുകൾ ധാരാളം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ള മേഖലയിൽ നിന്ന് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പം നാളത്തെ ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കണം.
രജീഷ് സാറിൻ്റെ ക്ലാസ് ആണ്. ആ പറയുന്ന കാര്യങ്ങളൊക്കെ എക്സാമിന് വരികയും ചെയ്യും, അതിൽ 100% ഗ്യാരണ്ടി കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ.